അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തി ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മൾ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായ നന്മകൾ ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഏതൊരു കാര്യവും നന്മകൾ റമദാനിൽ ചെയ്യുമ്പോൾ നമുക്കതിന് വലിയ വർധനവ് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിലും നമ്മൾ സാധാരണ 2 ദിവസം മുമ്പ് പങ്കെടുത്ത ക്ലാസ്സുകൾ പോലെയല്ല, നമുക്ക് പരിശുദ്ധ റമദാനിൽ എല്ലാത്തിനും നന്മകൾക്ക് വലിയ വർധനവ് ലഭിക്കുകയാണ്. നമ്മുടെ ഒരു നന്മ കർമ്മരേഖയിൽ എഴുതപ്പെടുന്നത് വലിയ പുണ്യമായാണ് എഴുതപ്പെടുന്നത്. എന്നാൽ എല്ലാവർക്കും ചെയ്യുന്ന കർമ്മത്തിന് ഒരേ കൂലി കിട്ടും. നമ്മൾ അസ്ർ നിസ്കരിച്ചു, നമ്മളെല്ലാവരും 4 റക്അത്താണ് നിസ്കരിച്ചത്. നമ്മൾ ഈ പള്ളിയിൽ 100 ആള് നിസ്കരിച്ചാൽ 100 ആൾക്കും ഒരേ കൂലിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നു, ചിലർക്ക് 10ൽ 1, ചിലർക്ക് 10ൽ 2, ചിലർക്ക് 10ൽ 3, ചിലർക്ക് 10ൽ 4, ചിലർക്ക് 10ൽ 5, ചിലർക്ക് 10ൽ 10 കിട്ടുന്നവരുണ്ട് എന്നാണ്. എന്താണ് അതിൻ്റെ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് 100%, 100ൽ 100 മാർക്ക്. എന്നാൽ അശ്രദ്ധമായി നിർവഹിച്ചവർക്കോ മാർക്ക് മൈനസ് ആകും. പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ ആശയം ഹൃദയത്തിൽ തട്ടി ചൊല്ലിയവർക്ക് അവർക്ക് വലിയ കൂലി. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത പ്രതിഫലങ്ങളുണ്ട്. ഏതൊരു കാര്യം അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ചില ക്ലാസ്സുകളിൽ ചില ദൂരത്ത് നിന്നൊക്കെ ക്ലാസ്സുകളിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, ക്ലാസ്സിൽ എത്താത്തവർക്ക് ചിലപ്പോൾ അതിനേക്കാളും കൂലി കിട്ടും. നമുക്ക് ഏതൊരു വിഷയവും നീയത്താണ് പ്രധാനം. അയാൾ വരാൻ ആഗ്രഹിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല, ശരയ്യായ കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് ക്ലാസ്സിൽ എത്താൻ പറ്റിയില്ല. പക്ഷെ ദൂരങ്ങൾ താണ്ടി ഒരാൾ ക്ലാസ്സിലെത്തി, പക്ഷെ അയാൾ ഫലപ്രദമായി ക്ലാസ് കേൾക്കുകയും ചെയ്തില്ല. ആ വരാത്ത ആൾക്ക് ഇയാളെക്കാൾ കൂലി കിട്ടുക. ഏതൊരു കാര്യം അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളെ ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായിട്ടാണോ ചെയ്യുന്നത്, അതിന് കൂലിയുണ്ട്. ഒരാൾ പള്ളി ഉണ്ടാക്കി വലിയ മുതൽ മുടക്ക് നടത്തി, പക്ഷെ അയാൾക്ക് ഒരു ചെറിയ ടെസ്റ്റ് ശൈത്താൻ നടത്തിയാണ്. അയാൾക്കൊരു ഞാനാണ് ഈ നാട്ടിൽ പള്ളി ഉണ്ടാക്കിയെന്ന് അയാളൊരു പ്രശംസ ആഗ്രഹിച്ചു. ആ പള്ളിയിൽ ഹൗദിൽ ഒരാൾ കൊണ്ടുവെക്കുന്ന ചെറിയ നമ്മളെ കപ്പില്ലേ, പാട്ട, അതിന് 20 റുപ്യ 30 റുപ്യ 40 റുപ്യൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ആ ഒരു സാധാരണക്കാരൻ, അയാളുടെ പൈസ ഇല്ല അയാൾക്ക്, പക്ഷെ അയാളുടെ കീശയിൽ അയാൾ കണ്ട ആ പൈസ എടുത്തിട്ട് അവിടെ എന്തോ ഒരു കുറവ് തോന്നിയപ്പോൾ അയാൾ വാങ്ങി വെച്ച ആ കപ്പ് ഒരുപക്ഷെ പള്ളി എടുത്തതിനേക്കാളും വലിയ കൂലി അയാൾക്ക് കിട്ടും. എന്താണ് മാനദണ്ഡം? എന്താണ്? നമുക്ക് നിയ്യത്താണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഇഖ്ലാസ് ആണ് പ്രധാനം. നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും നമുക്ക് എന്ത് ചെയ്യണം? ഇത് അള്ളാഹുവിന് വേണ്ടിയാണ്, ഇത് വേറൊരാൾക്കും വേണ്ടിയല്ല. അതായത് എൻ്റെ ശരീരത്തിൽ നിന്ന് റൂഹ് അവിടുന്ന് പോയാൽ, മലക്കുൽ മൗത്ത് കൊണ്ടുപോയാൽ അന്ന് മുതൽ ഞാൻ ഒറ്റക്കാണ് എൻ്റെ ഖബറിൽ. ആ ഖബറിലേക്ക് എനിക്ക് നന്മയായി ഉണ്ടാകണം എന്ന ഒരു നിയത്ത് മാത്രം, അള്ളാഹ്ക്ക് വേണ്ടി എന്ന ഇഖ്ലാസ്. നമുക്ക് ക്ലാസ്സിനും എല്ലാത്തിനും ഇഖ്ലാസ് പ്രധാനമാണ്. ഉള്ളിലെ നിയത്ത് പ്രധാനമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേൾവി ആ രൂപത്തിലായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയും അതേപോലെ ഇഖ്ലാസും ഒക്കെ എന്ത് ചെയ്യണം? ഒരു ഇതിലുണ്ടാകണം. ചില പണ്ഡിതന്മാരൊക്കെ കിതാബുകൾ എഴുതുമ്പോൾ അവരുടെ ഇഖ്ലാസ് പരിഗണിച്ചിട്ട് അതിന് കാലങ്ങൾക്കിപ്പുറത്ത് അതിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മുവത്ത എന്നുള്ളൊരു ഗ്രന്ഥം ആരതാണിത്? നമ്മൾ റമദാനിൽ വയല് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പിന്നെ ഉറങ്ങിപ്പോകാൻ സാധ്യത ഉണ്ട്. മുവത്ത നിങ്ങളിങ്ങനെ വയലിലൊക്കെ കേട്ടില്ലേ? ആരാണ് അതിന്റെ രചയിതാവ്? ഇമാം മാലിക് അല്ലേ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മുവത്ത. ഇമാം മാലിക് മുവത്ത എഴുതുമ്പോൾ ചരിത്രം പറയുന്ന 70ൽ പരം മുവത്തകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ പണ്ഡിതന്മാരായിട്ട് ചർച്ച ചെയ്തു, ഈ കിതാബിന് എന്ത് പേരിടണം. അപ്പോൾ അദ്ദേഹത്തിന്റെ ചില ഉസ്താദുമാർ പറഞ്ഞു മുവത്ത എന്ന് പേരിടാം. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, ഇവിടെ 70ൽ പരം ഒരുപാട് മുവത്തകളുണ്ട്, എന്തിനാണ് ഈ മുവത്ത എന്ന് വീണ്ടും ഇടണത്? പക്ഷെ ഇന്ന് നമ്മൾ ചരിത്രത്തിൽ പറയുന്ന മുവത്ത ആരുടെ മുവത്തയാണ്? ഇമാം മാലിക്കിന്റെ മുവത്തയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇഖ്ലാസോടെ ചെയ്ത ഒരു പണി ഖിയാമത്ത് നാൾ വരെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം മുവത്ത എന്ന് കേട്ടാൽ ഇമാം മാലിക്കിനാണ് നമ്മൾ ഓർക്കുക. എന്തുകൊണ്ട്? മറ്റു മുവത്തകൾ അതിന്റെ പിന്നിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഇഖ്ലാസാണ്. ഞാൻ പറയുന്നത്, ഇഖ്ലാസോടെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? അത് ബാക്കിയാകുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഏതൊരു കാര്യം അത് നമ്മൾ ഒരു ഹൃദയത്തിൽ തട്ടി നല്ല ബോധത്തോടെ എന്ത് ചെയ്യണം? നമുക്ക് നിർവഹിക്കാൻ കഴിയണം. നമുക്ക് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഈ റമദാനിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഞാൻ പറയാം, നമ്മൾ
കുറേ ദിക്റുകൾക്കും ദുആകൾക്കും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ റമദാനിൽ പുതിയതായിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ നോമ്പ് മാത്രമല്ലേ, വേറെന്താ നമുക്കുള്ളത്? റമദാനിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യം നമുക്കതിന്റെ പ്രതിഫലത്തിന്റെ വർധനവ് കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദിക്റുകൾ അധികരിപ്പിക്കുന്നു, ഖുർആൻ പാരായണം അധികരിപ്പിക്കുന്നു, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നു. നോമ്പ് മാത്രമാണ് പ്രത്യേകമായിട്ടുള്ളത്. എന്നാൽ നമ്മൾ ചൊല്ലുന്ന നിസ്കാരത്തിലൊക്കെ ചൊല്ലണ, ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് പഠനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? റമദാനിലെ സമയങ്ങളൊക്കെ കണ്ടെത്തണം. ഇപ്പൊ ഇവിടെ കുറച്ച് മലയാള പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ എൻ്റെ വലതുഭാഗത്ത്, പിന്നെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാൻ തിരിച്ചിവിടെ വെച്ചാൽ മതി. ഇതൊരു ലൈബ്രറി ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മലയാള പുസ്തകങ്ങളാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് അതിന്റെ ശുറൂത്തുകൾ അടങ്ങിയ നമ്മുടെ പുസ്തകങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം വിഷയങ്ങളിലുള്ള. ഇപ്പൊ കുട്ടി ജനിച്ചാൽ പലരും വിളിക്കും, അഫ്സീക്ക് എത്രയും അറക്കേണ്ടത്? പിന്നെ പെണ്ണാണെങ്കിൽ കുറെ കേട്ടതാണ്, പക്ഷെ മറന്നുപോകാണ്. എന്തൊക്കെയാ ചെയ്യേണ്ടത്? പക്ഷെ കുഞ്ഞു ജനിച്ചാൽ എന്ന് പറയും, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. നമുക്ക് അങ്ങനത്തെ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഒരു വിഷയത്തിൽ അതിന്റെ ഇസ്ലാം എന്തു പറയുന്നു ഒക്കെ നമുക്ക് പഠിക്കാനുള്ള ബുക്ക്ലെറ്റുകളും സംവിധാനങ്ങളൊക്കെ ഇന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മളത് കണ്ടെത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത രീതിയിൽ പഠനം, അതേപോലെ നമ്മൾ ചൊല്ലുന്ന കാര്യങ്ങൾക്ക്, നമ്മളിപ്പോ നിസ്കാരത്തിലൊക്കെ ദിക്ർ, ഇപ്പൊ സുബ്ഹാനല്ലാഹിൽ സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലെ സുബ്ഹാന റബ്ബിയൽ അഅല, നമ്മൾ എത്ര ചൊല്ലി? എവിടെ? റുക്കൂയില്, സുജൂദില്. എന്താണ് ഈ ചൊല്ലണത്? നമുക്ക് ഹൃദയത്തിൽ തട്ടി അതെന്താണ് പറയണത്? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എത്ര കാലമായി സുബ്ഹാനല്ലാഹ്? എന്താണ് സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹു പരിശുദ്ധനാണ്. എന്തിൽ നിന്ന്? അള്ളാഹുവിലേക്ക് ചാർത്തപ്പെട്ട എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. ഇവിടെ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറഞ്ഞവർ, പങ്കാളികളുണ്ടെന്ന് പറഞ്ഞവർ, ഇതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണെന്നാണ് പറയണത്. അള്ളാഹുവിന് ഒരു ന്യൂനതകളും ഇല്ല എന്നാണ് നമ്മൾ പറയണത്. ഒരുപാട് വലിയ അർത്ഥവും ആശയമുള്ള ചെറിയ ചെറിയ വാക്കുകളാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമുക്ക് എത്ര ആളുകൾ ഇപ്പൊ അൽഹംദുലില്ലാ ഇവിടെ എത്ര പറയണത്? എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്തിനാണ് നമ്മൾ പറയണത്? അതൊരു ശുക്റാണ് ശരിക്ക്. ഒരടിമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കലിമത്ത് കുല്ലു ഷാക്കിരിൻ, നന്ദിയുള്ളവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാണ് അൽഹംദുലില്ലാ എന്ന വാക്ക്. നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാല് പിന്നെ അവിടെ വെച്ചാൽ നമ്മളെന്ത് പറയും? അൽഹംദുലില്ലാ. എന്തിനാണ് അൽഹംദുലില്ലാ? ആ വെള്ളം തന്നത് മാത്രമല്ല, പിന്നെ ഇതിന് എത്ര പ്രൊസീജിയറുകൾ കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് പോണത് എന്ന് അറിയാം. വെള്ളം ഇതിൽ കൂടെ കൊടുക്കണ പേഷ്യൻസിന് നമ്മൾ കണ്ടിട്ടില്ല. ഈ ചില രോഗികൾക്ക് ഇവിടെ പൈപ്പ് ഇട്ടിട്ട് കൊടുക്കണ, ജ്യൂസാക്കിയിട്ട് ഇതിലൊഴിച്ചിട്ട് ഇങ്ങനെ ഇതിൽ കൂടെ കൊടുക്കും, അല്ലെ? നമ്മൾ പല രോഗികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിത് വെള്ളം കുടിച്ച് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടെ ഇത് വിസർജ്യമായി, മൂത്രമായി എന്ത് ചെയ്യാണ്? പുറത്തേക്ക് പോവാണ്. അതിനാണ് നമ്മൾ അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതി. ഏതൊരു കാര്യവും അള്ളാഹു ചെയ്തെന്ന് നിയമത്ത്. ഞാൻ പറയണത് ഇങ്ങനെ ഓരോന്നും, നമ്മളിപ്പോ നിസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരായി വന്ന സൂറത്തു ദുആ എന്ന് പേര് വരാൻ കാരണം ആ പ്രാർത്ഥന. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? എന്താ പ്രാർത്ഥന അർത്ഥം? നേരായ ചൊവ്വായ പാതയിൽ എന്നെ ഞങ്ങളെ വഴി നടത്തേണമേ, വഴി കാണിക്കണമേ, സിറാത്തുൽ മുസ്തഖീമിൽ, നേരായ വഴിയിൽ ഞങ്ങളെ ചേർക്കണേ എന്നാണ്. എന്താണ് അതിന്റെ മായന? എന്താണ് നമ്മൾ പറയണത്? മരണത്തോടെ നമ്മൾ കാണുന്ന ആ സ്വർഗവും നരകമൊക്കെ ഉണ്ടല്ലോ, അതില് അമ്പിയാക്കളുടെ, സഹാബത്തിന്റെ, ശുഹദാക്കളുടെ, ആ നല്ലവരായ ആളുകളുടെ ഒക്കെ കൂടെ എന്നെ ചേർക്കണേ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളെ മനസ്സിലാവ് വരാറുണ്ടോ? 17 തവണ ഒരു ദിവസം നമ്മൾ ചൊല്ലുന്നുണ്ട്, അല്ലെ? 17 റക്അത്താണല്ലോ നിർബന്ധം, ഫർളായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയണത്, നമുക്ക് ഇത് ഹൃദയത്തിൽ തട്ടി ഇതൊക്കെ പ്രാർത്ഥിക്കാനും ദുആ ചെയ്യാനും ചെയ്യുന്നുണ്ട്. ഞാൻ പറയണത് ഇതൊരു യാന്ത്രികമാകരുത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നോമ്പും രാത്രി നിസ്കാരവും ഖുർആൻ ഓത്തവും ഒരു യാന്ത്രികമായി പോകരുത്. നമ്മൾ ഇതിന്റെ കാമ്പ് ഉൾക്കൊള്ളാതെ യാന്ത്രികമായി പോകാം. നാട്ടിലെല്ലാവരും തറാവിക്ക് വരുന്നുണ്ട്, അപ്പൊ ഒരു ഒഴുക്ക്. ആദ്യത്തെ 2 ദിവസം ഭയങ്കര ഒഴുക്കാണ്, പിന്നെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു, അങ്ങനെയാണ് പൊതുവെ അതിന്റെ ഒരു റേഞ്ച്. അങ്ങനെയാണ്. ഒരു 5 കഴിയുമ്പോൾ ഒരു 2 സഫ അങ്ങോട്ട് പോകും, ഒരു 10 കഴിയുമ്പോൾ കുറച്ചാൾ അങ്ങോട്ട് പോകും, പിന്നെ അവസാനത്തെ ഒന്നും ആരും ഉണ്ടല്ലോ. ഇങ്ങനെയാണ്. പക്ഷെ വിശ്വാസികൾ അങ്ങനെയല്ല. അവർക്ക് ആവേശം, ഓരോന്ന് കഴിയുമ്പോൾ അവർ കൂടുതൽ ആവേശത്തോടെ അതിന്റെ ഫളില് നഷ്ടപ്പെടുത്താതെ അങ്ങനെ അവസാനം വരെ എത്തും. അത് നമ്മളെ പറ്റി ഒന്ന് വിലയിരുത്തിയാൽ മതി. നമ്മൾ എവിടം വരെ നിൽക്കണം. ആദ്യം അങ്ങനെ ഒരു 5-10 പേജൊക്കെ ഒന്നായിട്ട് ഓതും, പിന്നെ നമുക്ക് പേജ് ഓത്തൊന്നുമില്ല. പിന്നെ പഴയ നമ്മളെ ആ കച്ചവടവും കാര്യങ്ങളും ഷുഗിലൊക്കെ നമ്മളങ്ങനെ ആയി. ഒരു റമദാൻ 10 കഴിയുമ്പോൾ അങ്ങനെയാണ് പൊതുവെ ആളുകൾ. ഓരോ പിന്നെ പല വഴിക്ക് പോകും. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ആകരുത്. നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ, അതുകൊണ്ടാണല്ലോ റബ്ബി സിദ്നി ഇൽമ എന്നൊരു പ്രാർത്ഥന ഉണ്ട് ഖുർആനിൽ. എവിടെയാണ് വന്നത്? സൂറത്തു ത്വാഹയിൽ. അതേപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന ഉണ്ട്, അല്ലിംനി ബിമാ യൻഫഉനി, പഠിച്ചോനെ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഉപകാരപ്രദമാക്കി തരണേന്നാണ്. നമ്മൾ കുറെ കാര്യം പഠിച്ചില്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ സുബ്ഹാനല്ലാഹ് നമ്മൾ പഠിച്ചില്ലേ?
പക്ഷെ അത് ഉപകാരപ്രദമായി മാറിയോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ വൈകുന്നേരം നമ്മൾ ഇപ്പൊ ചൊല്ലണ്ട, നമ്മൾ ഇൻഷാ അല്ലാഹ് കുറച്ച് അധികം നീട്ടി സംസാരിക്കൂല. നമുക്ക് ഇഫ്താറിന് മുമ്പ് അദ്കാറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ദിക്റും ദ്വാനൊക്കെ വേണ്ടി നമ്മൾ നിർത്തും. അപ്പൊ ഇതില് വൈകുന്നേരമുള്ള ഒരു ദിക്ർ നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ്. എന്താണ്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ പ്രാർത്ഥനന്റെ ബെനിഫിറ്റ് എന്താണ്? ഇത് ചൊല്ലിയ ആൾക്ക് ആയിരിക്കും പറയാം. ഇത് ചൊല്ലിയാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഒരാൾക്ക് അയാൾ വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ അയാൾക്ക് ഒരു ആപത്തും ഒരു കുഴപ്പവും അയാൾക്ക് ഏൽക്കില്ല എന്നാണ് അയാളുടെ ശരീരത്തിൽ. അപ്പൊ ചിലർ ചിന്തിക്കും, ഇങ്ങനെ ഒരു ദിക്റോണ്ടൊക്കെ എല്ലാ മുസീബത്തും അയാൾക്ക്, അങ്ങനെ വിചാരിക്കണവർക്ക് അത് കിട്ടൂല കേട്ടോ. എത്ര ചൊല്ലിയാലും കിട്ടൂല. ഈ ചൊല്ലണേ നമ്മൾ ചില ബെനിഫിറ്റ് പറയണില്ലേ, അത് കിട്ടണത് ആ ഈമാനും വിശ്വാസമൊക്കെ ആ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഹദീസിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവന് മാത്രം കിട്ടുന്ന ഗുണമാണ്. നമ്മളൊരു മെഡിസിൻ നമുക്കൊരു വിശ്വാസം ഇല്ലാതെ അത് എഫക്റ്റീവ് ഇല്ല എന്നൊക്കെ പറയണം. അതുപോലെ ഈ ദിക്റുകൾക്കൊക്കെ കിട്ടുന്ന സംഗതി, ഇപ്പൊ അജ്വാകാരൊക്കെ കഴിച്ചാൽ സുമ്മേൽക്കുകയില്ല. അത് നിഷേധിക്കുന്ന ഒരാൾക്ക് അതിന്റെ സുമ്മേൽക്കും, അവനക്ക് അതിന്റെ ഒരു സംഗതിയും ഇത് ഉൾക്കൊണ്ടിട്ടില്ല. ഇത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ചൊല്ലുന്ന ഒരാൾക്ക് രാവിലെ ചൊല്ലിയോണ് വൈകുന്നേരം വരെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് ഉസ്മാൻ ബിൻ മദ്ഊനാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇതൊരു പണ്ഡിതൻ ദർസ് എടുക്കാണ്. ആ ദർസ് എടുക്കുമ്പോ ആ പണ്ഡിതന്റെ ഈ വലത് കൈ സ്ട്രോക്ക് വന്നിട്ട് കുഴഞ്ഞിക്കണം. അയാൾ ക്ലാസ് എടുക്കാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കണം അയാളെ കൈമക്ക്. എന്താണ് ക്ലാസ് എടുക്കണത്? ഇത് ചൊല്ലിയാൽ എന്ത് ചെയ്യൂല, ഒരാപത്ത് ഏൽക്കൂല. മൂപ്പര കൈയാണെങ്കിൽ എന്താണ്, ഒരു തളർന്ന് കിടക്കാണ്. അപ്പൊ ആ ചോദ്യത്തിൽ നിന്ന് ആ പണ്ഡിതൻ, ആ നോട്ടത്തിൽ നിന്നൊരു ചോദ്യം അദ്ദേഹം റീഡ് ചെയ്തിട്ട്, എന്റെ കൈക്ക് എന്താണ് കുഴപ്പമെന്നല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് ഉദ്ധരിച്ച ഉസ്മാൻ ബിൻ മദ്ഊനും കളവ് പറഞ്ഞിട്ടില്ല. ഞാൻ ഇത് വിട്ടുപോയ ഒരു ദിവസത്തിലാണ് എന്റെ കൈക്ക് സ്ട്രോക്ക് വന്നതാണ്. അത് അവരുടെ ഈമാൻ നോക്കിയ, ഒരു ദിവസം ഞാൻ ഇത് വിട്ടുപോയി, അന്നാണ് എനിക്ക് സ്ട്രോക്ക് വന്നതാണ് ഈ കൈക്ക് എന്ന് പറഞ്ഞാല് അത്രയും വിശ്വാസത്തോടെയാണ് അവർ ചൊല്ലിയത്. ഈ ദിക്റുകൾ ചൊല്ലിയത് അത്രയും വിശ്വാസത്തോടെയാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ നിലക്ക് കാര്യങ്ങളെ നമുക്ക് നോക്കിക്കാണാൻ കഴിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിശ്രമം വേണം പഠിക്കാനും. ദിക്റുകൾ നമ്മുടെ ഖൽബ് തുറക്കുന്ന ഒരു സംഗതിയാണ് എന്ത്? ദിക്റുകളിലൂടെയും ദുആകളിലൂടെയും ഇത്തരം ദീനിന്റെ കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ അങ്ങനെ ജീവിതത്തിൽ അതിനൊരു പ്രയോറിറ്റി കൊടുത്തത് ഒരു മുഖ്യ അജണ്ടയായിട്ട് വെച്ച്, മറ്റൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ ഒരു മുഖ്യ അജണ്ടയായിട്ട് കൊണ്ടുപോകലുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരു ഖൈറും ബർക്കത്തും ഒരു തുറവി അല്ലാതെ തരും. നിങ്ങൾക്കറിയോ ഒരു ചരിത്രം? ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ആരാണ്? മുസ്ലിം പണ്ഡിതന്മാരെ ആക്രമിക്കുകയും കൊന്നുകളയുകയും ചെയ്ത ആളാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് കേട്ടിട്ടില്ലേ നമ്മള്? അദ്ദേഹത്തിന്റെ ഇമാമാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് വലിയൊരു വിഷയം ഉണ്ടായിരുന്നു. എന്താ? ഖുർആൻ ഖൽഖാണോ ഖുർആൻ കലാമാണ്? ഇന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതെന്താണ്, ഇതിന് ഇങ്ങനെ മാത്രം തർക്കിക്കാനുണ്ടോ? അതെന്തെങ്കിലും ഖൽഖോന്നോ കലാമെന്നൊക്കെ ആയിട്ട് പറഞ്ഞാൽ പോരെ. എന്താണ് ഖൽഖ് എന്ന് പറഞ്ഞാൽ? ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആരാണിത് പറയുന്നത്? ഭരണകൂടമാണ് പറയുന്നത്. അവിടുത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആൻ ഖൽഖല്ല, അത് കലാമാണ്, അള്ളാഹിന്റെ സംസാരമാണ്. എന്താണ് ഖൽഖ് എന്ന് പറഞ്ഞാൽ? നമ്മൾ മുഅവ്വിദാത്തുകൾ ഓതി ഊതി അതിൽ ബർക്കത്തെടുക്കാണ്. ഖൽഖ് എന്ന് പറഞ്ഞാൽ എന്ത് പറയേണ്ടി വരും? അള്ളാഹിന്റെ സൃഷ്ടി കൊണ്ട് ബർക്കത്തെടുത്തു എന്ന് പറയേണ്ടി വരും. അള്ളാഹിന്റെ കലാമാണ്. അപ്പൊ നമ്മൾ ചില വിഷയം വിവാദമൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ മൈന്യൂട്ട് എന്തിനാണ് പറയണത്? അതിന്റെ അപ്പുറത്തേക്ക് എത്താത്ത എന്തിനാ? പണ്ഡിതന്മാർ എവിടെയാണ് പറഞ്ഞു നിർത്തുക അവിടെ പറയാൻ കാരണം അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ കുറെ പ്രശ്നം വേറെ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ വൈജ്ഞാനികമായ ചർച്ചകളിലൊക്കെ ഒരു കൃത്യമായ സ്റ്റാൻഡ് പണ്ഡിതന്മാർ പറയും. അഹ്മദ് ബിൻ ഹംബലിനോട് ചിലർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കടും വാശി പിടിക്കുന്നത്? നിങ്ങൾക്ക് ഒന്ന് നിങ്ങളെ മനസ്സിലില്ലാതെ ഒന്ന് പറഞ്ഞൂടെ ഖൽഖാണ്, നിങ്ങളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി? അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഞാനിതെങ്ങാനും പറഞ്ഞു വെച്ചാൽ ശേഷക്കാർ ഇത് അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഏറ്റെടുക്കും. ആ കാലഘട്ടത്തിൽ അഹ്മദ് ബിൻ ഹംബലിന്റെ കൈ അടിച്ച് തളർത്തി, കൈയും കാലൊക്കെ അടിച്ച് തകർത്തുന്നാണ്. അതിന് ഓർഡർ ചെയ്തത് ആരാണ്? മഅ്മൂൻ എന്ന ഭരണാധികാരിയാണ്. ചരിത്രത്തിൽ കുറെ പാഠങ്ങളുണ്ട്. അഹ്മദ് ബിൻ ഹംബലിന്റെ ശിഷ്യന്മാര് പറയാണ്, അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് ഞങ്ങൾ പതുക്കെ കേട്ടു. ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചതെന്നറിയാം? ആർക്കാ? അല്ലാഹു മഗ്ഫിർ ലി മഅ്മൂൻ, അല്ലാഹുവേ മഅ്മൂനിന് പുറത്തു കൊടുക്കണേ എന്നാണ് ആര് പ്രാർത്ഥിക്കുന്നത്? അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തിന്റെ കൈ അടിച്ച് തളർത്തിയത് ആ ഭരണാധികാരിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഹജ്ജാജ് ബിൻ യൂസുഫ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഹസനുൽ ബസരി ചെല്ലുന്ന ഒരു ചരിത്രമുണ്ട്. പോകുമ്പോ ഒരു പേടിയാണ്. കാരണം
എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത ഒരു വ്യക്തിന്റെ അടുത്തേക്കാണ് പോണത്. ഹസൻ ബസരി ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ അടുത്തേക്ക് എത്താണ്. ഒരു വാതിൽ കടന്ന് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ അടുത്തെത്തി ഹസൻ ബസരി. അങ്ങനെ ഹജ്ജാജ് ബിൻ യൂസുഫ് പറയാണ്, ഞാൻ നിങ്ങളെ ആ വാതിലിന്റെ അപ്പുറത്ത് നിങ്ങളെ കണ്ടപ്പോ നിങ്ങളെ കൈകാര്യം ചെയ്യണം, നിങ്ങളെ കാണാൻ നിൽക്കായിരുന്നു, ഞാൻ നിങ്ങളെ ശരിയാക്കാൻ വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷെ നിങ്ങളിങ്ങനെ വാതിലിന്റെ ഇപ്പുറത്തേക്ക് കടന്നില്ലേ, എൻ്റെ മനസ്സങ്ങോട്ട് വല്ലാതെ മാറി. നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടവും എനിക്ക് ആദ്യം തോന്നിയ സംഗതി എനിക്ക് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു. എന്താണ് ഇതിന്റെ കാരണം? ചരിത്രം പറയുന്നത് എന്താ അറിയാം? ഈ ഹസനുൽ ബസരി ഒരു പ്രാർത്ഥന നിർവഹിച്ചിരുന്നു. ദുആഉൽ കർബ് നമ്മൾ കേട്ടിട്ടില്ല? എന്താ ദുആഉൽ കർബ്? ആർക്കറിയാം? ദുആഉൽ കർബ്, ദുഃഖവും പ്രയാസവും ഒക്കെ വരുമ്പോൾ നബി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഡോറിന്റെ ഇപ്പുറത്തുനിന്ന് ഈ ഹസനുൽ ബസരി ഹജ്ജാജിനെ കണ്ടപ്പോൾ ഹൃദയത്തിൽ തട്ടി ദുആ ചെയ്തെന്താ അറിയാം? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഇതാണ് ആര് പ്രാർത്ഥിച്ച 3 കലിമത്തുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഹജ്ജാജ് എന്ന മുസ്ലിം പണ്ഡിതന്മാരെ അരുകൊല ചെയ്ത ഈ വ്യക്തിക്ക് മുമ്പിൽ ഹസനുൽ ബസരിയോട് അദ്ദേഹത്തിന് മനസ്സു മാറിയത് എവിടെയാണ്? ഇതൊന്നും നമുക്ക് ഭൗതികമായി ഇതിനൊന്നും നിർവചനങ്ങൾ പറയാൻ കഴിയില്ല. ഒരാളെ മനസ്സു മാറ്റേണ്ട അള്ളയാണ്. വാതിലിന്റെ ഇപ്പുറത്തുനിന്ന് അയാളെ അരിശം തീർക്കണമെന്ന് തോന്നിയ ഹജ്ജാജിന് അടുത്തേക്ക് വന്നപ്പോ അയാളുടെ അരിശം പോയി. എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? അദ്ദേഹം ദുആഉൽ കർബിന്റെ റിസൾട്ടാണ്. ഞാൻ പറയുന്നത് നമുക്ക് ആ വിശ്വാസം വേണം. അപ്പൊ നമുക്ക് തോന്നാറുണ്ടോന്ന് ഞാൻ ചോദിക്കണത്, നമുക്ക് ഇത്തരം ഒരു മാസ്മരികത ഈ പ്രാർത്ഥനക്കൊക്കെ ഉണ്ട്. ഈ പണ്ഡിതന്മാരൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ മാസ്മരികത നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ സംസം കുടിച്ചു, ഞാനത് കുടിക്കുമ്പോൾ ഇന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചു, എനിക്കത് സാധിച്ചു. എത്ര പണ്ഡിതന്മാരാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ ഇന്ന കാര്യം വിചാരിച്ച് ഞാൻ ദുആ ചെയ്തു, എന്നിട്ട് ഞാൻ സംസം കുടിച്ചു, അപ്പൊ എനിക്ക് ആ കാര്യം സാധിച്ചു. കാരണം എന്താ? അവരുടെ ഈമാനായിരുന്നു, ആ യക്കീനാണ് യഥാർത്ഥത്തിൽ. പക്ഷെ നമുക്ക് പലപ്പോഴും എന്താണ്, കിട്ടാണെ കിട്ടട്ടെ എന്ന രൂപത്തിലാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ തന്നെ അയാൾക്ക് നടക്കുക അറിയില്ല, കിട്ടാണെ കിട്ടട്ടെ. നമുക്ക് ഈ നല്ല യക്കീൻ വേണം, പഠിച്ചോ നമുക്ക് തരും എന്ന യക്കീനോടുകൂടെ ദുആ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്കിത് കിട്ടും. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ ഹിഫ്ളാക്കേണ്ടതാണ് കേട്ടോ. ഇത് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഒറ്റ ദുആ നമ്മൾ ഹിഫ്ളാക്കാൻ തീരുമാനിക്കുകയാണ്. അത് ദുആഉൽ കർബാണ്. ദുരിതവും പ്രയാസവും പെട്ടെന്ന് മാറാൻ. അപ്പൊ ഇത് ഹൃദയത്തിൽ നിന്ന് വരണം. അപ്പൊ നമ്മള് ബുക്ക് തരാൻ പറ്റൂല. അപ്പൊ നമ്മളെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. ഇന്ന ആൾ അപകടത്തിലായി നമ്മളെ ഫോണിൽ മെസ്സേജ് വരികയാണ്. അപ്പൊ നമ്മൾ ചൊല്ലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. 3 കലിമത്താണ്. ചെറിയ മാറ്റമുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. ലാബ് റിപ്പോർട്ട് വരികയാണ്. ചിലർക്ക് അങ്ങനെയാണല്ലോ, ലാബ് റിപ്പോർട്ട് വരികയാണ്. അതിലിങ്ങനെ ഇന്ന അസുഖങ്ങളുണ്ട്, ഇനി ട്രീറ്റ്മെന്റ് ഇല്ല, ഇങ്ങനെയൊക്കെയാണ് ചില റിസൾട്ടുകളൊക്കെ വരാറുള്ളത്. അള്ളാഹു എല്ലാ രോഗികൾക്കും ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു ജാമ്യയിൽ പഠിച്ചൊരു കുട്ടി പെട്ടെന്ന് ഇതുപോലെ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം പോയപ്പോൾ ഭയങ്കരമായ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ ഭയങ്കരമായ പ്രതിസന്ധികളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജൊക്കെ വന്നിരുന്നു. പക്ഷെ ഒരു ഫൈനൽ അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, ഞാൻ കഴിഞ്ഞ ദിവസം സഫീറിനോട് അവരോടൊക്കെ ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് റാഹത്തായി. ഞാൻ പറയുന്നത് ദുആ കൊണ്ട് പലതും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫസ്റ്റ് പറയണത് ഇന്ന് ട്രീറ്റ്മെന്റ് ഇല്ല, ഇയാൾ ഇത്ര നിൽക്കുള്ളൂ. അങ്ങനെ സംഭവിച്ച എത്രയോ കേസുകൾ, മിറാക്കിളുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? പലർക്കും നമ്മൾ തന്നെ പരിചയത്തിലുള്ള, നമുക്ക് അറിയുന്ന പലർക്കും. ഇപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയുള്ള നമ്പറായിട്ട് പറഞ്ഞാലേ എന്താണ്, നമ്മള് ഒരിക്കലും ഇതുപോലെ ക്യാൻസർ, അയാളുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ട് എന്ന് റിപ്പോർട്ടിൽ വന്നു. അപ്പൊ അയാൾക്ക് അത് കൂടും, ഒരിക്കലും മാറൂല. മംഗലാപുരത്ത് നിന്ന് ചികിത്സിച്ചു. അങ്ങനെ അയാളുടെ ഏറ്റവും അടുത്ത ആള് നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരോടും, ഗൾഫിൽ നമ്മളെ ഷാർജയിലും ഒക്കെ എല്ലാവരോടും, എല്ലാ മെമ്പറും വന്നു ദുആ ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നീട് ഒരിക്കൽ അദ്ദേഹം വിളിക്കുന്ന, അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ നമ്മുടെ ഒരു സജീവ പ്രവർത്തനാണ്. അദ്ദേഹം വിളിക്കുകയാണ്. ഭയങ്കരമായ ഒരു മിറാക്കിൾ, ഡോക്ടർമാർ പറഞ്ഞത് ഇത് മിറാക്കിളാണെന്നാണ്. അയാളുടെ പിന്നത്തെ ഒരു റിസൾട്ടിൽ അയാൾക്ക് അങ്ങനത്തെ ഒരു സംഗതിയെ കാണിക്കുന്നില്ല ടെസ്റ്റില്.
ഇപ്പൊ ഡോക്ടർ പറയുന്ന മെഡിക്കൽ സയൻസിന് ഇതിന് വേറൊന്നും പറയാനില്ല, ഇതെന്തോ ഒരു അത്ഭുതം ഇത് സംഭവിച്ചു എന്നാണ്. പക്ഷെ ആ അത്ഭുതം നമ്മൾ പറയണത് എന്താണ്? അത് ദുആഇന്റെ ഇജാബത്താണ് ചിലതിന്. അപ്പൊ നമുക്കൊരിക്കലും വിചാരിക്കാത്ത റിസൾട്ടുകൾ നമ്മുടെ പ്രാർത്ഥനകൾക്കും കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ട് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദുആകൾക്ക് നല്ല സമയം കണ്ടെത്തണം. ഇവിടെ ദഅവത്തുൻ മുസ്തജാബത്തുൻ, സലാസു ദഅവാത്തിൻ മുസ്തജാബത്തുൻ, റസൂൽ പറഞ്ഞില്ലേ 3 പേരുടെ ദുആ ഒരിക്കലും തള്ളപ്പെടൂല. അതിലൊന്നാണ് ആര്? സ്വായിമിന്റെ സ്വായിം, ദഅവത്തു സ്വായിം ഇന്ദ ഫിത്രിഹി, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനക്ക് പ്രത്യേക റിസൾട്ട് ഉണ്ട്, അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടും. പക്ഷെ നമ്മൾ ആ ടൈം തിരക്കിലാണെങ്കിലോ തിരക്കിലാകാൻ പറ്റൂല. കുറച്ച് നേരത്തെ റെഡിയാക്കുക. നമ്മൾ അവിടുന്ന് ഇങ്ങനെ മറ്റേ നാരങ്ങ വെള്ളം പാരി മറ്റേ പാരി എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതിൽ മൊത്തം കെട്ടിമറിയാണെങ്കിൽ അതിന് 1-2 ആൾ ആവശ്യം വരും. എന്നാൽ കുറച്ച് നേരത്തെ ആ ടൈം ഉണ്ടല്ലോ, ഇന്ദ ഫിത്രിഹി എന്നാണ്, നോമ്പുകാരൻ നോമ്പ് തുറയോട് അടുപ്പിച്ചിട്ടുള്ള സമയം ഉണ്ടല്ലോ, ആ ടൈമില് അയാൾ നടത്തുന്ന ദുആഇന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ്. നമുക്ക് 30 ആവശ്യങ്ങൾ 30 റമദാന് പ്രാർത്ഥിച്ചൂടെ? ഇന്നത്തെയാണ് നമുക്ക് 3 അല്ലെ? 3ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. പിന്നെ നമുക്ക് ഓരോ ദിവസവും ഇന്ദ ഫിത്രിഹി എന്ന് പറഞ്ഞ സമയത്ത് എത്രങ്ങാനും ആവശ്യങ്ങളുണ്ട് നമുക്ക് നിർവഹിക്കാൻ, നമുക്ക് ചോദിക്കാൻ. നമ്മുടെ കുടുംബത്തിൽ രോഗികളുണ്ട്, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയാനുണ്ട്, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ ആരോടാണ്? കൗൺസിലർമാരെ വിളിച്ചു പറയല്ല. ഇത് അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ട ഏറ്റവും നല്ല സമയമാണ് നമുക്കെന്ത് ഈ സമയം. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അറിയാം, ഈ പറഞ്ഞ നന്മകളൊന്നും ഓരോ സമയത്തോട് ചൊല്ലാൻ കഴിയാണ്, അതൊരു തൗഫീഖാണ്. ഇപ്പൊ നോമ്പ് തുറക്കുമ്പോ നമ്മള് 2 നോമ്പ് തുറന്നില്ലേ, നമ്മള് ബിസ്മില്ലാന്ന് ചൊല്ലിയിട്ട് അവിടെ കുടിക്കാന്. അപ്പൊ ഇത് പണ്ഡിതന്മാര് പറയണത് വെച്ചാല് പാപങ്ങളുടെ വർധനവ് ഒരാളുടെ നന്മയുടെ തൗഫീഖ് നഷ്ടപ്പെടുത്തുന്നതാണ്. ഒരാൾക്ക് ബിസ്മില്ല ചൊല്ലാൻ പറ്റണില്ല, ബിസ്മില്ല ചൊല്ലാണെന്ന് അറിയാത്ത ആരല്ല, പക്ഷെ അയാൾക്ക് ചൊല്ലാൻ പറ്റണില്ല. എന്താ മനസ്സിലാക്കേണ്ടത്? അയാൾ ചെയ്ത പാപക്കറകൾ അയാൾക്ക് നന്മക്കുള്ള തൗഫീഖ് നഷ്ടപ്പെടുത്തുകയാണ്. രാത്രി നിസ്കരിക്കണമെന്ന് അറിയാക്ക്, പക്ഷെ അയാൾക്ക് രാത്രി നിസ്കരിക്കാൻ പറ്റണില്ല. സുബൈക്ക് മുമ്പ് 2 റക്അത്ത് ഉണ്ട്, അതിന്റെ ഫളലൊക്കെ അയാൾക്ക് അറിയാം, പക്ഷെ നിർവഹിക്കാൻ കഴിയില്ല. എന്താ? അയാളുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പാപക്കറകൾ നന്മകൾക്കുള്ള തൗഫീഖ് നഷ്ടപ്പെടുത്തിയാണ്. പടച്ചോൻ നന്മ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ തൗഫീഖ് കൊടുക്കൂല. ഈ വഴി ഇങ്ങനെ സഞ്ചരിക്കണവർക്ക് കിട്ടുന്ന തൗഫീഖാണ് ഓരോ സമയത്ത്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ ചൊല്ലാൻ പറ്റുമോ? ഇല്ല. സമയം കഴിഞ്ഞാൽ പിന്നെ ചൊല്ലാൻ പറ്റൂലല്ലോ. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ട് ചൊല്ലിട്ട് കാര്യമുണ്ട്? ഇല്ല. വൈകുന്നേരമുള്ള പ്രാർത്ഥന നമ്മൾ രാത്രി ചൊല്ലിട്ട് കാര്യമുണ്ട്? ഇല്ല. ഇപ്പൊ രാവിലെ ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് നമുക്ക് പിന്നെ നിസ്കരിക്കാൻ പറ്റും. ഞാൻ ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് എന്നോട് വിട്ടുപോയി, അത് പിന്നെ അസറിനെ ഷായ്ക്ക് നിർവഹിക്കാം? ഇല്ല. ആ സമയം അയാളുടെ ആയുസ് കഴിഞ്ഞു, അത് കിട്ടൂല. പിന്നെ നമ്മളെ കഴിഞ്ഞു പോയതാണ്, നമ്മളെ ഒരിക്കലും തിരിച്ചു വരാത്ത സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റമദാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, പിന്നെ കഴിഞ്ഞ റമദാനൊക്കെ വളരെ ആരോഗ്യത്തോടെ ജീവിച്ച പലരും മരണപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട്. നമ്മൾ തന്നെ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര ജനാസകൾക്ക് പങ്കെടുത്തു. അതിലൊക്കെ പ്രായമായി കുറെ രോഗികളായി കടന്നുവരാ. പെട്ടെന്ന് മരിച്ച എത്രങ്ങാനും ചെറുപ്പക്കാരുണ്ട്. 35 വയസ്സ്, 40 വയസ്സ്, 30 വയസ്സ്, 25 വയസ്സ്, 20 വയസ്സ്, സ്ട്രോക്ക് വന്നവർ, ഹാർട്ട് അറ്റാക്ക് വന്നവർ, ആക്സിഡന്റിൽ മരണപ്പെട്ടവർ എത്ര പേരുണ്ട്. അവരൊക്കെ കഴിഞ്ഞ റമദാനിൽ ക്ലാസ്സുകളിൽ സജീവമായിരുന്നവർ, നോമ്പ് തുറക്ക് സജീവമായി പങ്കെടുത്തവർ, അവരിന്നില്ല, അവർ ഖബറിലാണ്. അവരുടെ അവസാനത്തെ റമദാൻ കഴിഞ്ഞ റമദാനായിരുന്നു. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ കുറെ മാറ്റം വരുത്താൻ പറ്റും നമുക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? നമ്മൾ എങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ പിന്നെ ചിന്തിക്കണം എന്താണ്? എനിക്ക് ഇനിയും കുറെ റമദാൻ ഉണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുക. ശൈത്താൻ ഇട്ടുതന്നെയാണ് ഈ തൗബനെ പറ്റിയിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ശൈത്താൻ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഇനിയും കുറെ കാലുണ്ട്, നാളെ ആകാം, പിന്നെ ആകാം, അങ്ങനെ പിന്നെ ആകാമെന്ന് പറഞ്ഞവരാണ് ഖബറിൽ പെട്ടെന്ന് എത്തിയത്. അതുകൊണ്ട് നമുക്ക് പിന്നെ ഇല്ല, ഇന്നത്തത് ഇന്നാണ്. അപ്പൊ ഇന്ന് അദ്കാറുൽ മസാ എന്ന് പറയുന്നത് ഈ സമയത്ത് ചൊല്ലേണ്ടതാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഞാൻ പറയുന്നത് ഇതൊക്കെ പഠിക്കണം നമ്മൾ. ഇവിടെ പ്രാർത്ഥനേന്റെ കുറച്ച് പുസ്തകങ്ങളുണ്ട്, നമുക്ക് വേണമെങ്കിൽ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം എടുക്കാം, ഉപയോഗപ്പെടുത്തും തോന്നുന്നവർക്ക് എന്ത് ചെയ്യാം. ഇവിടെ കുറച്ച് രാവിലെ വൈകുന്നേരമൊക്കെ ചൊല്ലേണ്ട ദിക്റുകൾ മാത്രം അർത്ഥസഹിതമാണ്. ഞാൻ വേറൊരു ആപ്പിംഗ് ഒക്കെ പരിചയപ്പെടുത്തി തരാം. ആപ്ലിക്കേഷൻ മൊബൈലിൽ കുറേ നമ്മൾ വേണ്ടാത്ത ആപ്പും സാധനങ്ങളൊക്കെ പലരിടത്തുണ്ട്, ആവശ്യമുള്ള പലതും ഇല്ല. ജമീൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ വേണം അതിന്റെ പിന്നെ മൊബൈലൊന്ന് അതിന്റെ സ്പെല്ലിങ് ഇതാക്കി വെക്കുക. ZAMEEL ജമീൽ തുറന്നാല് നിങ്ങൾക്ക് അതിൽ അദ്കാറിനൊരു ഫോൾഡറിനുണ്ട് താഴത്ത്. അത് ഞെക്കിയാൽ നിങ്ങൾക്ക് വേറൊരു ഫോൾഡറാണ് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ.
അതിൽ ഞെക്കിയാൽ നിങ്ങൾക്ക് വൈകുന്നേരത്തെ പ്രാർത്ഥന അർത്ഥസഹിതം കിട്ടും. അപ്പൊ ആയത്തുൽ കുർസി കിട്ടും, മുഅവ്വിദാത്ത് കിട്ടും, സയ്യിദുൽ ഇസ്തിഗ്ഫാർ കിട്ടും, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി കിട്ടും, റളീതു ബില്ലാഹി റബ്ബൻ. ഇതിങ്ങനെ 1, 2, 3 ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാം. ഇങ്ങനെ അടിച്ചു പോയാൽ കുറെ 10, 15, 20 മിനിറ്റ് ചൊല്ലാൻ മാത്രമുള്ള കുറെ പ്രാർത്ഥനകളുണ്ട് നമുക്ക്. ഇത് അർത്ഥസഹിതമാണ് കൊടുത്തത്. എനിക്ക് അത് പ്രസ് ചെയ്യണമെങ്കിൽ അതിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയിലില്ല. പ്ലേ ബട്ടൺ ഉണ്ട് ചിലതില്, അതിൽ നമുക്ക് കേൾക്കാം. ഇങ്ങോട്ട് പറഞ്ഞുതരും നമുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ പ്രാർത്ഥന. അത് അറബി മലയാളത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ചൊല്ല, അറബി വായിക്കാൻ അറിയാത്തത് എല്ലാ സെറ്റപ്പും അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിർവഹിക്കണം എന്നുള്ളത്. ഈ കഴിഞ്ഞ 2 നോമ്പ് നമുക്ക് ഈ അദ്കാറൊക്കെ ചൊല്ലി അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റമദാനിലായിട്ടും ഈ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ഇന്നലത്തെ അദ്കാറുൽ മസാ, ഇന്നലത്തെ അദ്കാറുൽ സ്വബാഹ്, ഇന്ന് സുബൈക്കുമ്പുള്ള 2 റക്അത്ത്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിർവഹിക്കണം. ദിക്റുകൾ പഠിക്കാത്തവരെന്ന് ഞാൻ പറയണത് എല്ലാം ജമീലിനെ ആശ്രയിക്കണം എന്നല്ല കേട്ടോ, പഠിക്കണം. നമ്മൾ പഠിക്കണം. പിന്നെ റസൂലുള്ളാഹി ധാരാളമായി പ്രാർത്ഥിക്കാനുള്ള എത്രങ്ങാനും പ്രാർത്ഥന. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, അതിലെല്ലാം ഉണ്ട്. വേറെ വേറെ കാറ്റഗറി ആക്കണ്ടില്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയ എന്ന് ചോദിച്ചാൽ എന്തായി, ദുനിയാവിന്റെ എല്ലായി അതില്. കുറച്ചോനെ ദുനിയാവിൽ ഹസനത്ത് തരണേ എന്നാണ് ചോദിച്ചത്. ദുനിയാവിൽ എന്തൊക്കെ ഹസനത്ത് ഉണ്ട് അതിലൊക്കെ പെട്ടു. വഫിൽ ആഖിറതി ഹസന, അതിലെല്ലാം പെട്ടു. പരലോകം. പിന്നെ വഖിനാ അദാബന്നാർ, നരകത്ത് നിന്ന് രക്ഷിക്കണേ. ചെറിയ പ്രാർത്ഥന നമുക്കൊക്കെ അറിയണതാണ്. ഇപ്പൊ എല്ലാത്തിലും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ റമദാനെ ഏറ്റവും മനോഹരമായി നന്മയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് റമദാനിലെ നോമ്പും നമ്മളെ രാത്രി നമ്മളെ എഫേർട്ട് എടുത്ത് നിർവഹിക്കാണ്. നമുക്ക് AC ആണ്, വലിയ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. എന്നാൽ നമ്മൾ എല്ലാം നിർവഹിക്കാണ്. എന്നാൽ അവിടെ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിക്കണം. നമ്മളൊരു കമന്റ് കൊണ്ട് നമ്മളൊരു രാത്രിസ്കാരം മറ്റോనికి കൊടുക്കണേ. നമ്മളെ 11 റക്അത്ത് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഓനിക്ക് കൊടുക്കണം. ഓനെ പറ്റി ഒരു ഈബത്ത് പറഞ്ഞാല് ഓനിക്ക് പരലോകത്ത് നിന്ന് എടുത്തു കൊടുക്കുന്നതാണ്. ഇപ്പൊ നമ്മളെ കമന്റുകൾ ഇപ്പൊ ചില ഈ പള്ളിയിലൊക്കെ റമദാന് മാത്രം വരുന്ന മനുഷ്യന്മാരുണ്ടാവും. നമുക്കെന്തും പറയാൻ പറ്റില്ല. ചിലപ്പോ റമദാനോ നന്നായിട്ട് വരുന്നതാണെങ്കിലോ. അപ്പൊ ഓനോടൊരു കമന്റ്, അങ്ങനെ ഡയലോഗ്, പിന്നെ ഇനി ബാക്കിയുള്ള ദിവസമൊന്നും കാണില്ലല്ലോ, എന്താ റമദാന് മാത്രം ഒരു സ്പെഷ്യൽ പള്ളിയിലൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് ഓനോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് ഓൻ അവഹേളിക്കലാണ്. ഓന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്താ നമുക്ക് അറിയില്ല. ഓൻ റമദാനായിട്ട് പിന്നെ ഇബാദത്തൊക്കെ ആക്കി ഓന്റെ തിന്മകളൊക്കെ ഉപേക്ഷിച്ചിട്ട് കാര്യമാണെങ്കിലോ. ഒരാൾ ഈ നന്മയിലേക്ക് വന്ന നമ്മളെക്കാൾ ചെറുതാക്കി ഓനെ ഒരു മോശാക്കി അരിക്കാക്കി അങ്ങനെ ഒരു കമന്റേ വരാൻ പാടില്ല. ഇപ്പൊ നമുക്കറിയില്ല, ഒരു യുദ്ധത്തിൽ പിന്നെ ഒരു വ്യക്തിയെ കൊന്ന സംഭവം ഹദീസിൽ എന്താ, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ആള് യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്. ഇതെങ്ങനെ നടക്കുമ്പോ ഒരാൾ വന്നിട്ട് അയാൾ ഷഹാദത്ത് ചൊല്ലി, പക്ഷെ അയാളെ കൊന്നു. ഇത് അവലോകന സമയത്ത് സഹാബി പറഞ്ഞു, റസൂലേ ഞാൻ ഇങ്ങനെ ഒരാളെ കൊന്നു. അപ്പൊ അയാള് എൻ്റെ അടുത്ത് നിന്ന് തടിയൂരാൻ വേണ്ടിയിട്ട് അയാൾ ഇസ്ലാം സ്വീകരിച്ചായിരിക്കും. അയാൾ കലിമ ചൊല്ലി, പക്ഷെ അയാളെ കൊന്നു. റസൂലുള്ളാഹിയോട് വളരെ വൈകാരികമായി ചോദിച്ചത്, ലൗ ശഖഖത ഖൽബക, അവന്റെ കൽബിനെ നീ പിളർത്തി നോക്കിയോ എന്നാണ്. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള അവന്റെ ഉദ്ദേശത്തെ നീ പിളർത്തി നോക്കിയോ എന്നാണ്. ഓൻ ഇസ്ലാം സ്വീകരിച്ചു, ഓന് എന്നെ കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ്. എനിക്കറിയത് അവൻ എന്തിനു നീ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് ഒരാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിലയിരുത്തലോ അത്തരം കമന്റുകൾ നമ്മളെ ഭാഗത്ത് ഉണ്ടാവരുത്. എല്ലാവർക്കും നമ്മൾ എന്താ പറയാ, ഹുസ്നുൽ ദന്ന്, ഒരാളെ പറ്റി സൽവിചാരമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതിന് ഉദ്റുകൾ തിരയണമെന്നാണ് നബി പറഞ്ഞത്. ഒരാളെ പറ്റി നിങ്ങൾ മോശപ്പെട്ടത് വിചാരിക്കരുതെന്ന്. സൂഉൽ ദന്ന് പാടില്ല, ഹുസ്നുൽ ദന്ന്. അയാൾ എന്തിനായിരിക്കും എന്നോടത് ചെയ്തത്? റസൂല പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ 70 ഉദ്റുകൾ തിരയണമെന്നാണ്. അയാൾ ഇന്നത് കൊണ്ടായിരിക്കാം അയാൾക്ക് അത് സംഭവിച്ചത്, അല്ല ഇന്ന കാരണം കൊണ്ടായിരിക്കാം. എന്നിട്ട് ഒരു ഉദ്റും നീ കണ്ടിട്ടില്ലെങ്കിൽ നീ പറയേണ്ടത്, ഞാൻ അറിയാത്ത എന്തോ ഒരു ഉദ്റ് ഉണ്ട്, ആ കാരണത്തിന്റെ പേരിലായിരിക്കാം അയാൾ എന്നോടത് ചെയ്തത്. അപ്പൊ ഇങ്ങനെ നമ്മളെ റമദാനിലെ നോമ്പ് നഷ്ടപ്പെടുത്തുന്ന ഒന്നും നമ്മുടെ വാക്ക് പ്രവൃത്തി ഇതിലൊന്നും ഉണ്ടാകരുത്. നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കാര്യങ്ങൾ. പിന്നെ ഏതൊരു നന്മയും നമുക്ക് ഈ റമദാന്റെ അവസാനത്തിൽ നമ്മൾ കേൾക്കണ വയലാണ് നമ്മൾ ഈ പതിവാക്കുക എന്നുള്ള കാര്യം. നമ്മൾ ഈ റമദാനിന്റെ ആദ്യത്തിൽ നമുക്ക് എന്തുകൊണ്ട്
പിന്നെ ഈ നന്മകൾക്കൊരു തുടർച്ച നമുക്ക് പ്ലാൻ ചെയ്തുകൂടാ? തുടർച്ച പ്ലാൻ ചെയ്തുകൂടാ? എന്താ സൗണ്ടിന് പ്രശ്നമുണ്ടോ? പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഒരു തുടർച്ച പ്ലാൻ ചെയ്തുകൂടാ? നമ്മൾ ഈ ചെയ്യുന്ന നന്മകൾക്കൊക്കെ തുടർച്ച, ഈ മുദാവമത്ത് എന്ന് പറയും, മുസാറത്ത്, അതായത് വേഗത്തിലാക്കുക, പതിവാക്കുക. ഇത് സ്വഹാബത്തിന്റെ ക്വാളിറ്റി ആയിരുന്നു. ഒരു നന്മ നബീന്റെ അടുത്ത് നിന്ന് കേട്ടാൽ അത് അപ്പടി അവരെന്ത് ചെയ്യും? പകർത്തും. അത് മരിക്കണത് വരെയാണ്. ഞാനൊരു ഹദീസ്, പിന്നെ ഈ അലി ബിൻ അബി താലിബുമായി ബന്ധപ്പെട്ടൊരു ഹദീസ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ ഒരു ഖാദിമിനെ ചോദിച്ചില്ലേ, എൻ്റെ കൈ മാവ് കുഴച്ചിട്ട് എൻ്റെ കൈ ഇത് വന്നു, എനിക്ക് ഒരാളെ, ഒരു ഹിദ്മത്തിന്, ഒരു ഖാദിമിനെ വെച്ചരണം, ഒരു സർവന്റിനെ വെച്ചരണം. നബി എന്താണ് കൊടുത്തത്? സർവന്റിനാണോ കൊടുത്തത്? അല്ല, പിന്നെ എന്താ പറഞ്ഞു കൊടുത്തേ? അറിയില്ലേ? നബി എന്താ പറഞ്ഞു കൊടുത്തേ? ഒരു നന്മ, ഉഅല്ലിമുക, ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ ചോദിച്ചതിനേക്കാൾ ഖൈറായ ഒരു നന്മ. നമുക്ക് തോന്നും ഒരു ബന്ധമില്ല, ചോദിച്ചത് ഇതിനേക്കാൾ നല്ലൊരു നന്മ അങ്ങോട്ട് നബി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ നബി പഠിപ്പിച്ചു കൊടുത്തത്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഈ ഹദീസ് ആരാ പറയുന്നത്? അലി ബിൻ അബി താലിബാണ്. അലി ബിൻ അബി താലിബ് സഹാബത്തിനോട് പറയാണ്. കാലങ്ങളേറെ കഴിഞ്ഞിട്ടാണ് അലി ബിൻ അബി താലിബ് പറയുന്നത്. എന്നിട്ട് അലി ബിൻ അബി താലിബ് പറഞ്ഞു, നബിയിൽ നിന്ന് അന്ന് ഇത് കേട്ടതിൽ പിന്നെ ഒരു രാത്രി പോലും ഞാൻ ഇത് ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ഒരു കൗണ്ടർ ചെയ്തു ഒരാള് സഹസ് എഴുതിട്ട് ഒരാൾ ചോദിച്ചു, വലാ ലൈലത്തു സിഫീൻ, അലി നിങ്ങൾ സിഫീനിന്റെ രാവിലെ ഇത് ചൊല്ലിയിരുന്നോ? ചോദിക്കാൻ കാരണമുണ്ട്. സിഫീന്റെ രാവിലെ ചൊല്ലാൻ എവിടെയാണ് സമയം? ഒരു ആഭ്യന്തരമായ കുഴപ്പം നടന്നതാണ്. അതിൽ കുറച്ചേ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. വലിയ പ്രതിസന്ധിയുടെ ഘട്ടമാണ്. അന്ന് ചിലപ്പോൾ ഉറങ്ങാൻ തന്നെ സമയമുണ്ട്. ആ രാത്രിയിൽ നിങ്ങൾ ചൊല്ലിയിരുന്നു. എല്ലാ രാത്രിയും ചൊല്ലി എന്നാണ് അലി പറയുന്നത്. അപ്പൊ അലി അന്ന് ചൊല്ലിയിട്ടുണ്ടാവൂല എന്ന നിലക്കാണ് ഇയാൾ ചോദിക്കുന്നത്. പക്ഷെ അലി ബിൻ അബി താലിബ് കൊടുത്ത മറുപടി, വലാ ലൈലത്തു സിഫീൻ, സിഫീനിന്റെ രാവിലും ഞാൻ ഇത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ഉറങ്ങിയത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ആണെങ്കിൽ അന്നത്തെ ഉറക്കിന് വരെ അലി 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. ഇത് സഹാബത്തിന്റെ ക്വാളിറ്റി ആയിരുന്നു. ഒരു നന്മ പഠിച്ചതിൽ പിന്നെ അത് ഉപേക്ഷ വരുത്തിയില്ല. സഹാബത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് റമദാനിൽ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് വെച്ചാല്, നമുക്ക് ഈ നന്മകൾക്കൊക്കെ ഒരു തുടർച്ച വേണം. നമുക്ക് ഇപ്പൊ 3-ാമത്തെ നാളാണിത്. ഞാൻ പറയുന്നു, ഇത് അവസാനം വരെ ഈ ആവേശം ചോരാതെയും അതിനപ്പുറത്തും ഉണ്ടാകും. ഇത് മരിക്കണത് വരെ പോകേണ്ട സംഗതിയാണ്. ഇത് ഇനി നമുക്ക് റെസ്റ്റ് ഉണ്ടോ? ജീവിതത്തിലെ ഇബാദത്തിന് റെസ്റ്റ് ഉണ്ടോ? നമുക്ക് അങ്ങനെ ഉണ്ടോ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ വരുന്നത് വരെ നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും റെസ്റ്റ്, 2 ദിവസം റെസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. നമ്മൾ ഇബാദത്തിന്റെ ഷെഡ്യൂൾ എന്താ? 5 നേരത്തെ നിസ്കാരം മരിക്കണവരെ കൊണ്ടുകൊണ്ടാണ്. രാവിലെയും വൈകുന്നേരമുള്ള ദിക്ർ മരിക്കണവരെ വേണ്ടതാണ്. അങ്ങനെ നന്മയായ കാര്യങ്ങളൊക്കെ മരിക്കണത് വരെ, റൂഹ് പിരിയണത് വരെ നമ്മളെ ഇതിൽ ഉണ്ടാവേണ്ട സംഗതിയാണ് ഈ സംഗതികൾ. എല്ലാ കാലത്തും ഉണ്ടാവേണ്ടതാണ്. ഇത് സീസണിൽ ഉണ്ടാവേണ്ട സംഗതിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചില തീരുമാനങ്ങൾ, ഞാനടക്കമുള്ള എല്ലാവരോടാണ് ഞാൻ പറയുന്നത്, എല്ലാം നമുക്ക് തഹജ്ജുദ് ആണെങ്കിലും, റവാത്തിബ് ആണെങ്കിലും, ദുഹയാണെങ്കിലും, തഹിയത്തുൽ മസ്ജിദ് ആണെങ്കിലും, ഇതൊക്കെ മറ്റൊരു ഇതിലൂടെ കിട്ടുന്ന മറ്റൊരു പ്രോഫിറ്റ് എന്താ, ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് ഫർളിലെ കുറവുകൾ പരിഹരിക്കപ്പെടും. ഇപ്പൊ നമ്മള് അസർ ഫർള് നിസ്കരിച്ചു 6 റക്അത്ത്, അസറിൽ നമുക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. അതെങ്ങനെ പരിഹരിക്കാം? സുന്നത്തുണ്ട്. പള്ളി കയറി ഉടനെ നിങ്ങൾ തയ്യത്ത് നിസ്കരിച്ചോ? ളുഹർ നിസ്കരിച്ചില്ല, അതിന്റെ മുമ്പ് റവാത്തിബ് ഉണ്ടായിരുന്നില്ലേ? ശേഷ റവാത്തിബ് ഉണ്ടായിരുന്നില്ലേ? ളുഹറാകുന്ന ഫർളിൽ നിങ്ങൾക്ക് വന്ന ന്യൂനതകൾ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അതിനെ പരിഹരിക്കും. നമ്മൾ എത്ര ആളുകള് ഐച്ഛികമായ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ട്? മക്കളൊന്ന് ശ്രദ്ധിക്കേ, ബാക്കില് മക്കള് സൗണ്ട് വരണമൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മക്കള് പള്ളിക്ക് വന്നോട്ടെ, അവര് ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്നോട് പിന്നെ തർബിയത്ത് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. വല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അപ്പോ ഇതാണ്, കർമ്മങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു ശേഷം നമുക്ക് ഒരു തുടർച്ച ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിച്ചു വന്നത്. പിന്നെ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് അതൊരു പിന്നെ ദുർബലമായി പോകേണ്ട ഈമാനല്ല നമ്മളത്. ഏത് സമയത്തും ഇപ്പൊ ചെറിയ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആകെ ഡസ്പാകുക. ഞാൻ പറയുന്നത് ഈ ജമാഅത്ത് നിസ്കാരങ്ങളോടുള്ള സമീപനം
നമുക്കത് നമ്മുടെ മനസ്സിൽ, ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര നമ്മളെ ജീവിതത്തിൽ ഷെഡ്യൂളായിട്ടുണ്ടല്ലോ, അത് ജീവിതത്തെ മൊത്തം എന്ത് ചെയ്യും, അത് സ്വാധീനിക്കും. അവരുടെ ടൈമിങ്ങിന് വരെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എന്നാൽ അത് കൃത്യം അല്ലെങ്കിൽ ഉണ്ടല്ലോ, അയാളുടെ ലൈഫ് മൊത്തം ഡിസോർഡർ ആയിരിക്കും. 5 നേരത്തെ നിസ്കാരം ഒരാൾ കൃത്യമായി സമയബന്ധിതമായി നിർവഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ലൈഫ് നിങ്ങൾ നോക്കിക്കോളി, വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് അയാളുടെ ലൈഫ് പോകണ്ടാവും. നിങ്ങൾ വേണേൽ പഠിക്കാം, നമുക്ക് ഒരു 10 ആളെ ജമാഅത്ത് കൃത്യമായി നിർവഹിക്കുന്ന 10 ആളുടെ ലൈഫ് കംപ്ലീറ്റ് പരിശോധിക്കാം നമ്മൾ. വേറൊരു 10 ആളെ ജമാഅത്ത് മിസ്സാക്കുന്ന 10 ആള്, രണ്ടും രണ്ടായിരിക്കും. അവരുടെ മറ്റു രീതികളിലൊക്കെ ഒരു ഷെഡ്യൂൾ കീപ്പ് ചെയ്ത് പോകുന്ന ആളുകളായിരിക്കും. ഇപ്പൊ ഞാൻ പറയണത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചാറ്റൽ മഴ പെയ്യുമ്പോൾ പോലും ആളുകൾ ഒതിറ് കണ്ടെത്തി പള്ളിയിൽ വരാതിരിക്കുക. ഒരു മഴ പെയ്തു, പള്ളിയിൽ ആളില്ല. അത് നമുക്ക് ഇളവുള്ളൊരു മഴ ഉണ്ട്, അതാ കാലക്കെടുതിയാവുന്നതാണ്. അപകട സാധ്യതയും മറ്റൊക്കെ വരികയാണെങ്കിൽ വെള്ളപ്പൊക്കം, പിന്നെ അതൊക്കെ കാറ്റൊക്കെ അടിച്ച് മൊത്തം ഇതായി കിടക്കുകയാണ്. നമുക്ക് ഉതിറുകളുണ്ട്. അവിടെയൊക്കെ ജമ്മാക്കാനുള്ള വകുപ്പൊക്കെ ഫിഖിൽ കർമ്മശാസ്ത്രത്തിലുണ്ടല്ലോ. മഗ്‌രിബിന്റെ കൂടെ തന്നെ ഇശ നിസ്കരിച്ചത് എന്ത് ചെയ്യാം, പോകാം. കൊറോണ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇസ്ലാമിൽ എല്ലായിടത്തും പ്രായോഗികമായ വിധികളും നിയമങ്ങളും വിധിവിലക്കുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ, നമ്മൾ ശൈത്താൻ ഉണ്ടാക്കി തരുന്ന ഒരു അമിതമായ ചില കോൺഫിഡൻസുകളുണ്ട്. ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറയില്ലേ, ഞാൻ തിരക്കേടില്ല എന്നൊരു തോന്നിപ്പിക്കൽ ശൈത്താൻ ഉണ്ടാക്കി തരുന്നതാണ്. നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെ സുബഹിക്കൊക്കെ കൃത്യമായി വരുന്ന ഒരാള്, കുറച്ച് ജമാഅത്തൊക്കെ നല്ല ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ ശൈത്താനെ പിടിക്കാന്ന് വെച്ചാല്, പിന്നെ അവന്റെ താഴെയുള്ളവരൊക്കെ എങ്ങനെ അവൻ വാച്ച് ചെയ്യും. എന്നിട്ട് പറയും, അവന് തോന്നാണ് ഞാൻ ബെറ്ററാണ്. കാരണം അവൻ സുബഹിക്ക് തന്നെ വരുന്നില്ല, ഞാൻ സുബഹിക്ക് വരുന്ന ആളാണ്, ഞാൻ മോശമില്ലല്ലോ. ശൈത്താൻ ഇവനിട്ട് കൊടുത്തത് മറ്റവനെ, ആ സാധാരണക്കാരൻ നോക്കിയിട്ട് എവിടത്തേക്കാണ് ശരിക്കും നോക്കേണ്ടത്? ദുനിയാവിന്റെ കാര്യത്തിലാണ് ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും എന്ന് പറയും. നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ മതി. അതിനാണെങ്കിൽ ദുനിയാവിന്റെ കാര്യത്തിൽ മത്സരിക്കൂല. ഈ മത്സരം വരുന്നത് ഇങ്ങനെ ദുനിയാവിന്റെ വളവളപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ്. എന്നാൽ പരലോകത്തിന്റെ വിഷയത്തിൽ ആരെയാ നോക്കണ്ടേ? മുകളിലേക്കാണ് നോക്കേണ്ടത്. അപ്പൊ കൂടുതൽ ഒന്നാമത്തെ സുഫിൽ ഒന്നാമതെത്തുന്ന ചില മനുഷ്യന്മാരില്ല എല്ലാ പള്ളിയിലും. ഖുർആൻ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഖുർആൻ ഓതി ഇശവും നിസ്കരിച്ചു പോണ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അതല്ലെങ്കിൽ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. എന്തുകൊണ്ട്? അവരെ പോലെ എനിക്കാവണം, ഞാൻ അവരുടെ അടുത്ത് എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ വളരെ ചെറുതാണ്. സുബഹിക്കൊക്കെ വരുന്നുണ്ട്, ജമാഅത്തിനൊക്കെ വരുന്നുണ്ട്, പക്ഷെ മറ്റു പലതിലും നമ്മളെന്താണ്, കുറച്ച് ബാക്കിലാണ്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് റെഡി ആവാനുണ്ട്. ഈ മാതൃക നമ്മൾ എവിടെയാണ് കാണുന്നത്? സഹാബികളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാത്തവന് പ്രതീക്ഷിക്കണത് എന്താ? സ്വർഗം. പലിശ കൊടുക്കണവനും തരക്കടില്ലാതെ തട്ടിമുട്ടി സ്വർഗത്ത് പോകണമെന്ന് ആരോ അവന്റെ ഉള്ളിൽ നിന്ന് ശൈത്താൻ പഠിപ്പിച്ചു കൊടുത്താണ്. ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കാത്തവനും ഓന്റെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ പ്രതീക്ഷ വെച്ചു പുലർത്തിയത് സ്വർഗമാണ്. സഹാബികൾ പോകുന്ന, താബിഈങ്ങൾ പോകുന്ന, പിന്നെ അമ്പിയാക്കൾ പോകുന്ന സ്വർഗത്തെയാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓവർ കോൺഫിഡൻസ് ഒരിക്കലും ഉണ്ടായിരുന്നു നമുക്ക്. അതാണല്ലോ പിന്നെ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല എന്ന് ഖുർആൻ പറഞ്ഞില്ല. എവിടെയാ പറഞ്ഞത്? സൂറത്തു അൽ കഹ്ഫിൽ പറഞ്ഞില്ലേ? ചില ആളുകള് പറ്റിയിട്ട് പിന്നെ അവരുടെ പിന്നെ പ്രവർത്തനങ്ങൾ അവർക്ക് നല്ലതായി അവർക്ക് എന്ത് ചെയ്യും, തോന്നും. അന്നഹും യുഹ്സിനൂന സുൻഅ, അവർക്ക് നല്ല ചില പ്രവർത്തനങ്ങളായി അവർക്ക് തോന്നുന്നതാണ്, അവർക്ക് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ സ്വഹാബി മഹാനായ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഞാൻ പറയുന്നത് അവരൊക്കെ ഈ കുറെ ചെയ്തു എന്ന ഒരു ഓവർ കോൺഫിഡൻസിൽ ജീവിച്ചവരായിരുന്നില്ല. കുറവായിരുന്നു അമല് എന്ന് കണ്ട് ജീവിച്ചവർ. നമ്മളിത് കുറച്ചേ ഉള്ളൂ. ഇപ്പൊ അബൂ ഹുറൈറയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം മരിക്കണ സമയത്ത് കൂടെയുള്ളവർ പറയുന്നത് പിന്നെ അബൂ ഹുറൈറ പറഞ്ഞ വാക്കുകളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, അസ്സഫറു തവീൽ, എനിക്ക് ഇനിയും യാത്ര ചെയ്യാൻ വിദൂരങ്ങളുണ്ട്. മരണാസന്ന സമയത്താണ് അബൂ ഹുറൈറ പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഇനിയും ദൂരയാത്രകൾ താണ്ടാനുണ്ടെന്ന് പറഞ്ഞത് മരണം കഴിഞ്ഞാൽ ബർസഖാണ്. ബർസഖിലെ ഖബറിലെ ലോകമാണ്. മരിക്കണത് വരെ, മരിച്ചു കഴിഞ്ഞ് ഇസ്രാഫീൽ എന്ന മലക്ക് കാഹളത്തിൽ ഊതുന്നത് വരെ, രണ്ടാമത്തെ ഊത്ത് വരെ അവിടെ ബർസഖി ലോകത്താണ്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവിടെ നിന്ന് ആളുകളെ വിചാരണയ്ക്കു വേണ്ടി സൂര്യന്റെ തൊട്ടു താഴെ ആളുകളെ നിർത്തും. ആളുകൾക്ക് ഹിസാബ് നടത്തും, കിതാബുകൾ കൈമാറ്റപ്പെടും,
മീസാനുകളിൽ തൂക്കിക്കണക്കാക്കും. സിറാത്ത് പാലത്തിലൂടെയുള്ള പ്രയാണമുണ്ട്. ഇങ്ങനെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് വരെയുള്ള യാത്രയാണ് അബൂ ഹുറൈറ ഉദ്ദേശിച്ച വസ്സഫറു തവീൽ. എനിക്കിനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. പക്ഷെ അബൂ ഹുറൈറ പറഞ്ഞ വാക്കെന്താ? വസ്സാദു ഖലീൽ. എന്റെ കയ്യിൽ സാദ് കുറവാണ്. സാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാദ് എന്ന് പറഞ്ഞാല് യാത്രക്കൊക്കെ ആളുകൾ ഒരുക്കി വെക്കുന്ന പാഥേയമാണ്. അതിലുള്ള വിഭവങ്ങൾ, കയ്യിൽ കരുതുന്ന കൊണ്ടുപോകാനുള്ള വിഭവങ്ങൾ കുറവാണ്. ആരാ പറയണത്? ആരാണ് അബൂ ഹുറൈറ? അവോട് പറയാൻ പാടില്ല. ആ അബൂ ഹുറൈറയാണ് വിലപിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? ഇല്ല എന്നാണ് നമുക്ക് പറയുന്നത്. ആരാണ് അബൂ ഹുറൈറ? 5000-ലേറെ പ്രവാചകന്റെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത, ഹദീസ് തേടിയുള്ള യാത്രയിൽ അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ വലിയ ത്യാഗമായിരുന്നു. ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, മദീനത്തെ മസ്ജിദ് നബവിയുടെ വാതിൽക്കൽ അബൂ ഹുറൈറ ഭക്ഷണം കിട്ടാതെ വിശപ്പ് കാരണം തളർന്ന് ബോധരഹിതനായി വീണു. അബൂ ഹുറൈറ അങ്ങനെ മദീനത്തെ പള്ളി നമുക്കറിയാം, മസ്ജിദ് നബവി എന്ന് പറയുന്നത് മണലാണ്. മണലിൽ കവിൾ പൂണ്ട് കിടക്കുന്ന അബൂ ഹുറൈറയെ ആദ്യം സഹാബികൾ വിചാരിച്ചത് വല്ല മജ്നൂൻ, ഭ്രാന്തനാണോ, ആരെങ്കിലും ഇങ്ങനെ കിടക്കുകയാണോ എന്നാണ് കരുതുന്നത്. അങ്ങനെയാണ് വഴിയോരങ്ങളിൽ കിടക്കുന്ന. അങ്ങനെ അവസാനം അബൂ ഹുറൈറയാണ്. ചോദിച്ചറിഞ്ഞപ്പോ പിന്നെ പട്ടിണി കാരണം തളർന്ന് വീണതാണ് അബൂ ഹുറൈറ. എന്തായിരുന്നു കാരണം? ഹദീസ് തേടിയുള്ള യാത്രയാണ്. ഞാൻ ഈ ചരിത്രം പറയാൻ കാരണം എന്താ അറിയാം? ഈ അബൂ ഹുറൈറയാണ് മരിക്കണ സമയത്ത് പറയണത് എന്റെ കയ്യിൽ അമല് കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മളെ കയ്യിൽ അപ്പൊ എന്താണ്? നമ്മൾ കോൺഫിഡൻസ് ആണോ വേണ്ടത്? ഇല്ല, ഇനിയും കുറെ ഉണ്ടാക്കണം എന്നാണ്. ഇനിയും കുറെ ഉണ്ടാക്കണം. പക്ഷെ ഉണ്ടാക്കണ സംഗതി എന്താകണം? അത് വേറൊരു സംഗതിയാണ്. അതെന്താകണം? അത് കബൂല് ചെയ്യപ്പെടണം. നമ്മളൊരു ദ്വാ, സുബൈക്കേശ്വരി ദ്വാ, സ്പെഷ്യൽ ദ്വാ പഠിപ്പിച്ചിട്ടില്ലേ? എന്താ? ഒരു വട്ടം എന്ന് പറഞ്ഞിട്ട് എന്താ അറിയുന്നവരൊന്ന് ചൊല്ലി. സുബൈക്കേശ്വർ ഒരു വട്ടം നബി പറഞ്ഞില്ലേ? ഒരു തവണ 3 കാര്യം ചോദിക്കണ്ടതില്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ബറകല്ലാഹു ഫീക്. 3 കാര്യമാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു പിന്നെ ഇൽമൻ നാഫിയ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, വെറും ഇൽമല്ല ചോദിക്കുന്നത്, ഇൽമ് നാഫിയ ആകണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അതിന് റിസൾട്ട് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നാഫിയായ ഉപകാരപ്രദമായ ഇൽമ്, പിന്നെ വറിസ്ഖൻ ത്വയ്യിബ, റിസ്ഖ് എങ്ങനെങ്കിലും ആയ പോരാ, വിശിഷ്ടമായ ഹലാലായ ഉപജീവനം. ഒരു പിന്നെ പൈസ പോലും എന്ത് ചെയ്യരുത്, ഹറാമിൻ്റെത് കലരാൻ പാടില്ല. പിന്നെ വഅമലൻ മുതഖബ്ബല. 3ാമത് ചോദിച്ചെന്താ? സ്വീകരിക്കപ്പെടുന്ന അമല്. സ്വീകരിക്കണില്ലെങ്കിലോ? നമ്മൾ ഇന്നലെ തറാവീഹ് നിസ്കരിച്ചു, ഇന്നലെ നോമ്പെടുത്തു, അതൊന്നും നമ്മൾ സ്വീകരിക്കപ്പെടില്ലെങ്കിൽ എന്താ അവസ്ഥ? വല്ലാത്ത അവസ്ഥയല്ലേ? നമ്മളിങ്ങനെ നമുക്കിത് പിന്നെ അവിടെ എത്തിയിട്ടുണ്ടോ നമുക്ക് അറിയാൻ മാനദണ്ഡമൊന്നുമില്ല ദുനിയാവിൽ. എൻ്റെ ഇന്നലത്തെ തറാവിയോട് സ്വീകാര്യം ആയിട്ടുണ്ടോ? അതിനെന്തെങ്കിലും മെസ്സേജ് വരും? ഇല്ലല്ലോ, ഇല്ല. പക്ഷെ നമുക്കത് ദുആ ചെയ്യണം. നമുക്ക് പരലോകത്തെത്തിയാൽ ഒരു ശൂന്യമാണെങ്കിലോ, നീ ചെയ്ത അമലിലൊന്നും ഇഖ്ലാസും തഖ്വയൊന്നും ഇല്ല, ഇത് ആരൊക്കെ കാണിക്കാൻ യാന്ത്രികമായി ചെയ്തു പോയ സംഗതിയാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞാലോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയ ദുആയാണ് നമ്മൾ നടത്തേണ്ടത്. അവസാന ഭാഗത്ത് നമ്മളിങ്ങനെ കേൾക്കും. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ചെയ്യണതിന്റെ കൂടെ പ്രാർത്ഥിക്കേണ്ടതാണ് എന്ത്? എന്താ പ്രാർത്ഥന? വൈദി യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എപ്പോഴാ ഇത്? കഅബാലയം, പവിത്രമായ ഹറമിന്റെ ആ കഅബ നിൽക്കണ പോയിന്റ് ആകാശഭൂമികളുടെ അന്ന് പവിത്രമാണ്. എന്നാൽ അതിന്റെ പുനർനിർമ്മാണം അല്ലാഹു ഇബ്രാഹിം നബി ഏൽപ്പിക്കുകയാണ്. ആ ഇബ്രാഹിം നബി തന്റെ മകനും കൂടി കല്ലും മണ്ണും ചുമന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബാലയം പടുത്തുയർത്തുകയാണ്. ഒരു പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് കല്ലുകൾ ചെത്തിക്കൊണ്ടുവന്ന് എന്ത് ചെയ്യാണ്? ആദ്യത്തെ പടവുകൾ വെച്ചു. പടവുകൾ ഇങ്ങനെ ഉയർത്തി. അങ്ങനെ മേലെ എത്തിയപ്പോൾ പിന്നെ കയറാൻ പറ്റണില്ല. അങ്ങനെയാണ് ഒരു ഉയരം ഉണ്ടാക്കി. അവിടെയാണ് മഖാമു ഇബ്രാഹിം. ഉയരത്തിൽ കയറി ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്നു. എന്നിട്ട് മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം കല്ലുകൾ എടുത്തു കൊടുത്തു. അങ്ങനെ ഓരോ പടവുകൾ വെക്കാണ്. അങ്ങനെ ഉയർത്തി ഉണ്ടാക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്ത്. അള്ളാഹുവിന്റെ ആ കഅബാലയം ബൈത്ത് നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചു എന്നാണ്. ആ പ്രാർത്ഥന എന്താ? അത് നമ്മൾ കാണാതെ പഠിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന പ്രാർത്ഥന. ഇതൊക്കെ നമ്മൾ ചെയ്യണൊക്കെ സ്വീകരിക്കണം. അതിനാണ് നമ്മളിത് പ്രാർത്ഥിക്കണത്.
അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യണൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ നമുക്ക് നോമ്പോണ്ട് കിട്ടണ മെച്ചങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാകണം. അപ്പൊ നരകമോചനം ഓരോ രാത്രിയിലും വലില്ലാഹി ഉത്തഖാഉ മിനന്നാർ, ഓരോ രാത്രിയിലും അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ആ നരകത്തിന്റെ പ്രവർത്തനം ചെയ്ത ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ നോമ്പ് കൊണ്ട് നരകമോചനം ലഭിക്കുന്നുണ്ട്. നമ്മൾ ദുആയിൽ വരേണ്ടതാണ്. പഠിച്ചോനെ ആ ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. ഓരോ രാവിലും ഇത് സംഭവിക്കണ്ടേ? ഇന്ന് രാവിലും ഇത് സംഭവിക്കും. കുറെ ആളുകൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. നോമ്പുകാരെ, ഈ നോമ്പുകാരണം അവരെ മോചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു മൈക്രോ സെക്കൻഡ് സഹിക്കാൻ പറ്റാത്ത ഒരു സമയം ആ നരകത്തിലെ തീനാളങ്ങൾ സഹിക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ ആ നിലക്ക് ആ ഒരു പ്രതീക്ഷയോടെ ദുആ ചെയ്യണം നമ്മൾ. പിന്നെ റയ്യാൻ എന്ന സ്വർഗം നമുക്ക് ലഭിക്കണം. ആ കവാടത്തിലൂടെ പോകുന്നവർ സ്വായിമീങ്ങളാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുക നോമ്പുകാരന്റെ രണ്ട് സന്തോഷത്തിൽ ഒന്നാണ് എന്ത്? പഠിച്ചവനെ കാണാൻ പറ്റുക. അതേപോലെ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. പിന്നെ നമുക്ക് എന്ത് ചെയ്യരുത്? ഒരിക്കലും നമുക്ക് അലസത പിടിപെടരുത്. അലസത. അപ്പൊ നമ്മള് മൊബൈലും മറ്റു സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യണം? നന്മകൾക്ക് വേണ്ടി മാത്രം അതിനെ ഷെഡ്യൂൾ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ എത്രങ്ങാനും സംവിധാനങ്ങളുണ്ട് നമുക്ക്. പീസ് റേഡിയോ എന്ന് പറഞ്ഞാല് 24 മണിക്കൂറും നമുക്ക് ദീന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് അതിൽ. അത് മാത്രം അതിന്റെ ഫീഡ്ബാക്ക് മാത്രം പറഞ്ഞാല് മണിക്കൂറുകൾ മതിയാകൂല, അത്രയുണ്ട്. ആളുകൾ പിന്നെ എന്താ പറയാ, യാദർച്ഛികമായി പീസ് റേഡിയോ കേട്ടിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ധാരാളം സഹോദരന്മാരും സഹോദരിമാരുണ്ട്. ആത്മഹത്യയുടെ വക്കിൽ നിന്നവർ, ദാമ്പത്യ പ്രശ്നങ്ങൾ അനുഭവിച്ചവർ. അതിലൊക്കെ നമ്മുടെ ഹാരിസ് മൗലവിയുടെയും മറ്റാളുകളുടെയും ഒക്കെ ഈ ഫാമിലി കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പതിനായിരങ്ങളുണ്ട്. പീസ് റേഡിയോയില് അവർക്ക് ഫീഡ്ബാക്ക് ഓപ്ഷനിൽ അവർ എഴുതി തരുന്ന പിന്നെ അനുഭവങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മളെ മുന്നിൽ വന്ന് ക്ലാസ്സിൽ വന്ന് ഇരിക്കണവരല്ല, ഏതോ നാടുകളിലിരുന്ന് ഈ പീസ് റേഡിയോയുടെ ശബ്ദം കേൾക്കുന്ന ആയിരങ്ങളുണ്ട്. പതിനായിരങ്ങളാണ് പഠിക്കുന്നത്. 500 കോഴ്സ്. നമ്മളെത്ര ആളുകൾ പഠിക്കുന്നുണ്ട്? അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ഹഫിളഹുല്ല എടുക്കുന്ന ക്ലാസ് നമ്മൾ കേട്ടിട്ടില്ലേ? നമുക്ക് വിസ്റ്റം ദർസ് TV എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൽ കയറി ഞങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടും. അള്ളാഹുവിന്റെ ഒരു നാമം അസ്സമദ് എന്നുള്ള നാമം വിശദീകരിച്ചത് 1 മണിക്കൂറാണ്. അസ്സമദ്. അർ റഹ്മാൻ നമ്മൾ പഠിച്ചെന്താണ്? അർ റഹ്മാൻ പരമകാരുണ്യകൻ, അർ റഹീം കരുണാനിധി, അസ്സമദ് പരാശ്രയമുക്തൻ. അതിന്റെ അപ്പുറത്ത് നമ്മൾ പോയിട്ടില്ല. അത് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അസ്സമദ്, അല്ലാഹു സമദ്. ആ സമദിന്റെ അപ്പുറത്ത് നമ്മൾ പോയിട്ടില്ല. അതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദീർഘമായി പഠിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഓരോന്നും അതിന്റെ ബെനിഫിറ്റ് അറിഞ്ഞ് നിർവഹിക്കാൻ നമുക്ക് പറ്റണം. പക്ഷെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കും. ഒരാൾക്ക് ഇൽമ് കിട്ടി, അതിനനുസരിച്ച് അയാള് അമല് ചെയ്യുമ്പോൾ, ഇപ്പൊ സ്വതക്ക നമ്മൾ നോക്കിയേ, ബലാഗ് നീങ്ങിക്കിട്ടും, ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞില്ലേ? ഇരട്ടിയായിട്ട് അള്ളാഹു തിരിച്ചു കൊടുക്കുന്നതാണ്. നമുക്ക് തോന്നുന്നു എങ്ങനെയാണ് പോയത് ഇരട്ടി കിട്ടുന്നത്? 1 കോടി ചെലവഴിച്ചവന് കിട്ടുമോ? കിട്ടും. അങ്ങനെ 1 കോടി ഒന്നായിട്ട് ഇങ്ങോട്ട് വരൂല, പല നിലക്ക് അയാളുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് വരും. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കുന്നുള്ളതാണ്. പക്ഷെ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, ഏത് വിധേനയാണ് അത് വന്നത് എന്നുള്ളത്. പഠിച്ചോൻ കൊടുക്കുന്നതാണ്. പക്ഷെ അതെങ്ങനെയായിരിക്കണം കൊടുക്കണത്? നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചു കൊടുക്കണവനാ. പണ്ടൊരുത്തെ എന്ത് ചെയ്തു? ഒരു കഥ പറയാറുണ്ട്. അങ്ങനെ അയാൾ ഒരു സ്വർണ്ണ നാണയം കൊടുത്തു. അയാളുടെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അയാള് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ തലയണയുടെ അടിയിൽ വീണ്ടും ഒരു സ്വർണം. അയാൾ അതും ചെലവഴിച്ചു. അതിന് ചെല്ലുമ്പോഴൊക്കെ അത് കിട്ടണത് തലേന്റെ അടിയിൽ സ്വർണം. അപ്പൊ അത് കണ്ടിട്ട് വേറൊരാൾ എന്ത് ചെയ്തു? ഇതുപോലെ സ്വർണം കൊടുത്തു. മൂപ്പർക്ക് കിട്ടിയില്ല. അപ്പൊ മറ്റേയാള് ചോദിച്ചു അത്ര, നീ എന്തിനാണ് സ്വർണം കൊടുത്തത്? അടുത്തൊരു സ്വർണം കിട്ടാനല്ലേ. പക്ഷെ ഇയാൾ കൊടുത്ത സ്വർണം എന്തിനാണ്? ഇയാൾ അള്ളാഹുവിന് വേണ്ടി കൊടുത്തപ്പോ ആ കള്ള വേറെ കൊടുത്തതാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഏതിനും റിസൾട്ട് ഉണ്ടാകുക അള്ളാഹ്ക്ക് വേണ്ടിയാണ് കൊടുത്തെങ്കിൽ അള്ളാഹ് വേറെ വഴിക്ക് എന്ത് ചെയ്യും? സംഗതി തരും. അള്ളാഹ് തരും. ഒരിക്കലും എവിടെയും എന്ത് ചെയ്യൂല. അള്ളാഹു സുബ്ഹാനഹു ഈ സ്വതക്ക കൊടുത്തിട്ട് തൊലഞ്ഞുപോയ പാപ്പരായ ആരെങ്കിലും ലോകത്തേതെങ്കിലും ഒരാളെ കൊണ്ടുവരാൻ പറ്റും? സ്വതക്ക കൊടുത്തിട്ട് അയാളെ പൈസ ചെലവഴിച്ച് പള്ളിയും മദ്രസയും അതിന്റെ പരിപാലനവും അതില് പിന്നെ അളവില്ലാതെ കൊടുത്തിട്ട് ആരെങ്കിലും അങ്ങനെ തൊലഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു അയാൾക്ക് ഖൈറും ബർക്കത്തും അയാൾക്ക് കൊടുക്കുന്നതാണ്.
അയാളുടെ നിയത്തിനനുസരിച്ച് അള്ളാഹ് കൊടുക്കും. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് മാത്രമല്ല, ഈ ചില നിയത്തിന് കൊടുത്തില്ലെങ്കിലും കൂലി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ലാസ്സിന് വരാത്തവരെ കൂലി പറഞ്ഞില്ലേ. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ പ്രത്യേകത എന്താ? കാര്യപ്പെട്ട ഒരു യുദ്ധത്തിൽ പങ്കെടുത്തില്ല, പക്ഷെ ബദരീങ്ങളിലാണ് അദ്ദേഹം എണ്ണപ്പെടുന്നത്. എന്താ കാരണം? ബദറിൽ പങ്കെടുത്തവർ എത്ര? എണ്ണത്തിലെ അഭിപ്രായ വ്യത്യാസമുണ്ട്. 313 എന്ന് പറയപ്പെടുന്നു. 300-ൽ പരം എന്ന് പറയുന്നതായിരിക്കും സൂക്ഷ്മം. ഈ ചരിത്ര റിപ്പോർട്ടുകളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകും. ഇത് നേരിട്ട് നസ്സായി ഹദീസിൽ വന്നതായിരിക്കുമല്ലോ. അതിനാണ് താരീഖ് പറയാം. ഇന്നതായിരിക്കാം, ഇങ്ങനെ പറയപ്പെടുന്നു എന്നൊക്കെയാണ് പറയാം. ബദറിൽ പോരാളിയല്ല ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. നമ്മൾ ചരിത്രത്തിലെ അമീർ മുഅ്മിനീൻ 3-ാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബദറിൽ പങ്കെടുത്തില്ല. പക്ഷെ ബദറിൽ പങ്കെടുത്ത അതേ കൂലി, യുദ്ധം ചെയ്യാതെ ഒരേ കുത്തിരിഞ്ഞിട്ട് കൂലി മറ്റ് എടുത്തുണ്ട്. എങ്ങനെ അത്? അദ്ദേഹത്തിന്റെ പിന്നെ ആത്മാർത്ഥമായ ഉദ്ദേശമായിരുന്നു. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഉദ്ർ, രോഗം, അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട അസുഖം, അദ്ദേഹത്തിന് അതാണ് ബദറിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞത്. പക്ഷെ ബദറിൽ പങ്കെടുത്തതുപോലെയാണ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാനോട് റസൂൽ പറഞ്ഞു, പങ്കെടുക്കാതെ കൂലി. അതാണ് റസൂലിന്റെ ഹദീസ്, മൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹാ. ഒരാൾ ഒരു ഹസനത്ത് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ അയാൾ പ്രവർത്തിച്ചില്ല, അയാൾക്ക് ചെയ്തതുപോലെ കൂലി. എന്നാൽ ഒരാൾ തിന്മ ചെയ്യാൻ വിചാരിച്ചു, അത് ചെയ്തില്ല, കുറ്റമുണ്ടോ? കുറ്റമില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് ആലോചിച്ചൊക്കെ. ശരിക്ക് നന്മ ചെയ്യാൻ വിചാരിച്ചവന് കൂലി കൊടുക്കുകയാണെങ്കിൽ തിന്മ ചെയ്യാൻ വിചാരിച്ചവന് കുറ്റം കൊടുക്കണ്ടേ? കുറ്റമില്ല, ചെയ്താലേ കുറ്റമുള്ളൂ. പക്ഷെ അത് ഒരു സ്ഥലത്ത് മാത്രം ഉദ്ദേശിച്ചാൽ തന്നെ കുറ്റം കിട്ടുന്നത് ഹറമിന്റെ പരിസരത്താണ്. അപ്പൊ നമ്മൾ സൂറത്തുൽ ഹജ്ജിൽ പഠിച്ചില്ലേ, വമൻ യുരിദ് ബിൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ആരെങ്കിലും അവിടെ നിന്നൊരു ദുൽമ ഉദ്ദേശിച്ചാൽ അവനെ വേദനയേറിയ ശിക്ഷ കൊണ്ട് നാം അവൻ അനുഭവിക്കും. മനസ്സിൽ വിചാരിച്ചാൽ തന്നെ അവിടെയാണ്, അതിന്റെ പവിത്രതയാണ്. എന്നാൽ ഇവിടെ നമുക്ക് കുറ്റമില്ല. ഇവിടെ വിചാരിച്ചാൽ കൂലി. ഒരാള് നമ്മളെന്ത് ചെയ്തു, മദ്രസക്ക് അല്ലെങ്കിൽ പള്ളിക്ക് ഒരാൾ ചോദിച്ചപ്പോൾ അയാൾ 1 ലക്ഷം ഉറുപ്പിക തരാന്ന് പറഞ്ഞു. ഒരു മിഡിൽ ക്ലാസ്സിൽ അങ്ങനെ പോണ ആളാണ്, പക്ഷെ അയാളുടെ ബിസിനസ് ആകെ ഡള്ളായി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അയാൾ 1 ലക്ഷം നിയത്താക്കിയാണ് കൊടുക്കണം. പക്ഷെ അയാള് സംഘാടകരോട് പറഞ്ഞു, എൻ്റെ സാമ്പത്തിക സ്ഥിതി മാറി, എനിക്ക് തരാൻ പറ്റുന്ന അവസ്ഥയിലല്ല, ഞാൻ അന്ന് പറയുമ്പോൾ എനിക്ക് തരാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു, മാറി. അയാൾക്ക് കൂലി കിട്ടോ? അയാൾക്ക് കൊടുക്കാതെ 50,000 കൊടുത്ത കൂലി അയാൾക്ക് കിട്ടുന്നതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. കൊടുക്കാതെ കൂലി. അങ്ങനെ നിയത്താണ്. ഏത് കാര്യത്തിനും നമ്മളെ മനസ്സിലെ ഉദ്ദേശം എന്താണ്, അതിനനുസരിച്ച് തന്നെ കൂലി. ഏത് സംഗതിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യവും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നല്ല ഒരു പടച്ചോന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മളെ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പോലും അവിടെ അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചാൽ കൂലി കിട്ടുകയാണ്. ഒരു വെറും പണി ഇബാദത്തായി മാറുകയാണ്. നോക്കിയ വെറും പണി ഇബാദത്താകാണ് അല്ലെ. ഏത് കാര്യവും നമുക്ക് അങ്ങനെയാണ്. ഓരോ കാര്യത്തിനും നമുക്ക് കൂലിയിട്ട് നോക്കിയാൽ, നമ്മൾ ഒരാൾക്ക് ഒരു ഹദിയ കൊടുക്കുകയാണ്, അതിൽ പോലും നമ്മൾ നിയത്ത് വെച്ചാൽ നമുക്ക് പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ ഇനി അയാളെ പോലെ എനിക്കത് ചെയ്യാമായിരുന്നു, പൈസ തന്നെ ഇല്ല അയാളെടുത്ത്, ഒരു വലിയ പൈസക്കാരൻ, അയാൾ ഭയങ്കര ധർമ്മിഷ്ഠനാണ്, പള്ളി ഉണ്ടാക്കണ്, മദ്രസ ഉണ്ടാക്കണ്, വരുന്നവർക്ക് കൊടുക്കണ്, അയാൾ നോമ്പുറപ്പിക്കണ്, എല്ലാം ചെയ്യണ്. അപ്പൊ ഒരാളിങ്ങനെ ഒരു സാധു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്, അയാൾക്ക് പൈസ ഒന്നുമില്ല, എനിക്കും അതുപോലെ പൈസ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ചിലപ്പോൾ വിചാരം മാത്രമായിട്ട് കാര്യമില്ല, പൈസ ഉണ്ടായിരുന്നു ഞാനും ഇൻഷാ അല്ലാഹ് കൊടുക്കും. ആ വിചാരത്തിനടക്കം ചില ഹദീസുകളെ വിശദീകരിക്കും പണ്ഡിതന്മാർ പറഞ്ഞത്, അയാളുടെ ആ ഉദ്ദേശത്തിന് വരെ അയാൾക്ക് കൂലിയാണ്. ആ നന്മ, ആ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, ആ മനസ്സിന്റെ, അയാളുടെ ആ നല്ല മനസ്സുണ്ടല്ലോ, അതാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് കൊടുക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് നന്മകളിൽ ഈ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. ഞാൻ അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് നന്മകളിൽ മത്സരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിൽ മത്സരിക്കുക. സ്വഹാബത്തിനിടയിലെ മത്സരം അതാണ്. നമ്മുടെ നാട്ടിലൊക്കെ മത്സരം പൊതുവെ ഇങ്ങനെ വീട് നിർമ്മാണത്തിൽ മത്സരം, വാഹനങ്ങൾ മാറ്റുന്നതിൽ മത്സരം. എന്തിനാണ്? ദുനിയാവിന്റെ കാര്യത്തിലെ മത്സരമാണ്. ഓന്റെ വീട് ആ പുതിയ രൂപത്തിലും പുതിയ ഘട്ടും മട്ടിലുമായി, ഇപ്പൊ നമ്മൾ കുറച്ച് ചെറുതായി പോയി, അത് വിട്ടാൻ പറ്റില്ല, നമ്മളും പൊളിക്കുക. എന്നിട്ട് അതുപോലെ ഓനെക്കാളും കുറച്ചൊന്ന് ഗംഭീരാക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഗംഭീരാക്കുക. ഓന്റെ കല്യാണം ഇങ്ങനെയാണ്, അപ്പോൾ അതിനേക്കാൾ എന്തെങ്കിലും ഒരു വെറൈറ്റി നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ ആലോചിച്ചൊരു വെറൈറ്റി കൊണ്ടുവന്ന്
ദുനിയാവിന്റെ കാര്യത്തിൽ മത്സരം, ഓന്റെ വാഹനം അങ്ങനെ, അപ്പൊ നമ്മളെ വാഹനം ഇങ്ങനെ ആവണം. നമുക്ക് എന്തുകൊണ്ട് പിന്നെ പരലോകത്തിന്റെ കാര്യത്തിൽ മത്സരം വരുന്നില്ല? അബൂബക്കറും ഉമറും മത്സരിച്ചത് സ്വതക്കയുടെ വിഷയത്തിൽ നമുക്കറിയില്ലേ? വീട്ടിലുള്ളത് മുഴുവൻ, ഇനി എന്താ വീട്ടിലുള്ളതെന്ന് ചോദിച്ചപ്പോ അള്ളാഹും റസൂലും മാത്രം, ബാക്കിയെല്ലാം കൊണ്ടുവന്നു. ആകൂല എന്ന് പറഞ്ഞു. ഇയാളോട് ആകൂല, മത്സരിക്കാൻ ആകൂല, വീട്ടിലുള്ള എല്ലാം കൊണ്ടുവന്നു, ഇനി അങ്ങനെ മത്സരിക്കുക? അപ്പോ സഹാബത്തിന്റെ ഇടയിലെ മത്സരം അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു മുത്തഫിഫിൽ പറഞ്ഞത്. എന്ത്? സ്വർഗത്തിൽ പോകുന്ന ആളുകൾ. അവസാന ഈ ആയത്തോട് പറഞ്ഞിട്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും സുഹൃതവാന്മാർ സുഖാനുഭവത്തിൽ തന്നെയായിരിക്കും. സ്വർഗത്തിൽ അവർ സുഖാനുഭവങ്ങളിലാണ്. അലൽ അറായികി യൻദുറൂൻ, സോഫകളിൽ ഇരുന്ന് അവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തൻ നഈം, അവരുടെ മുഖങ്ങളിൽ സുഖാനുഭവത്തിന്റെ തിളക്കം നിനക്കറിയാം. ഖിതാമുഹു മിസ്ക്, മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ നൽകപ്പെടും. ഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, എന്നിട്ട് ഖുർആൻ പറയാണ്, കിടമത്സരം നടത്തുന്നവർ ആ സ്വർഗത്തിനു വേണ്ടി കിടമത്സരം നടത്തട്ടെ. അപ്പൊ മത്സരം എന്തിനാണ്? സ്വർഗം കിട്ടാനാണ്, സ്വർഗീയ സുഖങ്ങൾ കിട്ടാനാണ്. സ്വർഗത്തിലെ ഈ നിലക്കുള്ള പാനീയങ്ങളും ഭക്ഷണങ്ങളും സുഖാഡംബരങ്ങളും കിട്ടാനാണ് നമ്മളെ മത്സരം ഉണ്ടാകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യാ? ആ രൂപത്തില് ഈ റമദാനിന്റെ രാവുകൾ പകലുകൾ നമ്മൾ എന്ത് ചെയ്യാ? ധന്യമാക്കുക. നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം? സൂക്ഷിക്കുക. ഈ നിലക്ക് നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാണ്. രാവിലെ എഴുന്നേറ്റ് മുതൽ രാത്രി ഒരു നന്മയും മിസ്സാകാതെ പിടിക്കുക. ഒന്നേ പറയണത് ജമാഅത്ത് മിസ്സായത്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പ് നമ്മൾ ഇമാമിന്റെ ഒപ്പം കിട്ടുമോ നോക്കുക. വേണം വീട്ടിൽ നിന്ന് റവാത്തി നിസ്കരിക്കുക. അപ്പൊ ഒരു ദിവസത്തെ ഷെഡ്യൂള് നമ്മൾ എന്ത് ഉണ്ടാക്കണം? ഞാൻ ഇവിടുത്തെ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഒരു റമദാൻ പ്ലാനൊക്കെ പറഞ്ഞിരുന്നു. ഖുർആൻ എത്രയാണ് ഖത്തം തീർക്കുക. പ്ലാൻ ഇല്ലാത്തവരുണ്ട്, ഇപ്പോഴും പ്ലാൻ ആകാത്തവരുണ്ട്. ഇന്ന് പ്ലാൻ ഉണ്ടാക്കുക. എന്താണ് ഖത്ത് എത്രയാ തീർക്കുക? ഖത്തം തീർക്കാൻ പ്ലാനൊന്നുമില്ല. ഖുർആൻ കൈ കിട്ടി ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ഓതും. പിന്നെ പിറ്റേ ദിവസം എപ്പാ കിട്ടുക അപ്പോൾ ഓതും. കുറെ മൊബൈൽ നോക്കും, എവിടെയെത്തൂല. അൽക്കാഫിനെ ചിലപ്പം കഴിയൂല. റമദാൻ 29 നോക്കുമ്പോൾ എവിടെയെത്തൂല. അപ്പൊ ഒരു 3 വട്ടം ഖത്തം തീർക്കണമെന്ന് തീരുമാനിച്ചവന്, അല്ലെ 2 വട്ടം ഖത്തം, ചുരുങ്ങിയ 2 പറയാം നമ്മൾ. 2 തീർക്കാൻ വിചാരിച്ചവന് ഇന്ന് മഗ്‌രിബിന് നോമ്പുറക്കുമ്പോഴത്തേക്ക് എത്ര പൂർത്തിയാണ്? 2 ഖത്താണ് അവിടെ പ്ലാനിലുള്ളത്, റമദാൻ പ്ലാനിലുള്ളത്. ഇന്ന് 3 ആ 3 എത്ര? ഇന്ന് 3 വെള്ളി ശനി 3. ആര്? 60 പേജ് അല്ല, ഒരു ജ്യൂസ് 20 പേജാണ്. അപ്പൊ അത് ഒരു ദിവസം 40 പേജ് തീർക്കണം. 40, 80, 120. അപ്പൊ പേജ് നമ്മുടെ മിസ്സോഫിന്റെ ആ അടയാളം ഒന്ന് എടുത്ത് നോക്കിയാൽ 120 പേജ് എത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ പോകുന്നുണ്ട്. എത്ര ഖത്താണെങ്കിൽ? 2 ഖത്തമാണ് പ്ലാനിലുള്ളെങ്കിൽ ഇന്നത്തെ മഗ്‌രിബോട് കൂടെ 120 പേജ് നോക്കിയാൽ മതി. 604, 605 പേജാണ് ഉള്ളത്. 600 റൗണ്ട് ആക്കിയാൽ 30 കൊണ്ട് അരിച്ചാൽ 20 പേജാണ് കിട്ടുക നമുക്ക്, അല്ലെ? 20 പേജാണ് കിട്ടുക. 20 പേജാണ് ഒരു ജുസ്. ഒരു ജുസ് ഓതിയാൽ 30ാമത്തെ അന്ന് 30 ജുസ് പൂർത്തിയാക്കാൻ പറ്റും. 2 ഖത്തമാണ് പ്ലാൻ എങ്കിൽ നമുക്ക് ഒരു ദിവസം 2 ജുസ് ഓതണം. 2 ജുസ് എന്ന് പറഞ്ഞാൽ 40 പേജാണ്. 40, 80, 120. ഇന്ന് 120 ആകണം. നമ്മൾ ഇന്ന് ഓഡിറ്റ് ചെയ്യാണ് 120 ആയിട്ടുണ്ടോ എന്നാണ് നമ്മളെ പരിശോധന. നമ്മൾ നമ്മളെ വീട്ടിൽ വേണേൽ മത്സരമൊക്കെ ആകാം. ഭാര്യനോട് പറയാം നീ എത്ര ഓതി, അല്ല മക്കളോട് ചോദിക്കുക എത്ര ഓതി. അപ്പോ 100 മറ്റൊരു 50. അപ്പൊ ഇവ 50 100 ഓടി പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തും. അതൊരു മത്സരമാണ്. നന്മയുടെ കാര്യത്തിലെ ഒരു മത്സരം. ആ മത്സരമാണ് നമ്മൾ പറഞ്ഞത്, മത്സരം. അപ്പൊ ഖുർആൻ പാരായണത്തിലെ ഹിഫ്ളാക്കാൻ നമുക്ക് സമയം കണ്ടെത്തണം. നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചു മറന്നതും മറ്റിടത്തുനിന്ന് പഠിച്ചൊക്കെ ചെറിയ അമ്മ ജുസിയിലെ സുഹൃത്തുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. എന്റെ എപ്പോഴാ ഓതണ്ടത്? എത്രങ്ങാനും സുന്നത്ത് സ്കരിക്കുന്നുണ്ട് നമ്മള് ഇമാമിന്റെ കൂടെ. അല്ലാതെ ഇപ്പൊ ലുഹറിന്റെ സുന്നത്ത് മാത്രം റവാത്തിബ് എടുക്കുകയാണെങ്കിൽ തന്നെ എത്ര റക്അത്തുണ്ട്? മാക്സിമം 8 ഉണ്ട്. ശരി, 4 മുമ്പും 4 ശരി. ഇതെല്ലാം ഫുള്ളായിട്ട് നിർവഹിക്കൽ നിർബന്ധമൊന്നുമല്ല കേട്ടോ, സുന്നത്താണിത്. ഉപേക്ഷിച്ചാൽ കുറ്റമല്ല. ഒരു 8ൽ 1 അയാൾ നിസ്കരിച്ചില്ല, അയാൾക്ക് നിർബന്ധമല്ല, സുന്നത്താണ്. ളുഹർ നിസ്കരിച്ചില്ലെങ്കിലാണ് ഇസാബ് പറയേണ്ടി വരിക. പക്ഷെ അയാൾക്ക് വലിയ കൂലിയുണ്ട്, സ്വർഗത്തിൽ വീടുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ്. അവിടെ ഞാൻ പറയുന്നത് ഈ 8 റക്അത്തല്ല, എത്ര ആയിട്ടാ?
4 4 8 റക്അത്തല്ലേ? 8 റക്അത്തിൽ 8 സൂറത്ത് ഓതണം. നമ്മൾ ഏതാ ഓതല്? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു റബ്ബിൽ ഫലഖ്, പിന്നെ ഖുൽ ഔദു റബ്ബിൻ നാസ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി 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 ഇങ്ങനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വേണമെങ്കിൽ ഇനി മുതൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാസ്, ഫലഖ്, ഇഖ്ലാസ്, പിന്നെ മസദ്, നസ്ർ, കാഫിറൂന്, കൗസർ, മാഊന്, ഖുറൈഷ്, ഇങ്ങനെ നമ്മളൊരു ഓർഡർ വെച്ചിട്ടൊന്ന് പിടിച്ചു നോക്കിയാൽ ളുഹറിന് മാത്രം പിടിച്ചാൽ 8 സൂറത്ത് നമുക്ക് കിട്ടും. ചെറിയ സൂറത്ത് നമുക്ക് അറിയുന്ന സൂറത്താണ്, മദ്രസയൊക്കെ പഠിച്ചാണ്. സൂറത്തു ഫീൽ, സൂറത്തു ശറഹ്, സൂറത്തുൽ ആദിയാത്ത്, സൂറത്തു ഖാരിയ, ഇങ്ങനത്തെ ചെറിയ ചെറിയ സൂറത്ത് നമുക്ക് അറിയണല്ലേ. അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഹിഫ്ലിനൊരു ടൈം കണ്ടിട്ട് നമ്മളെ പഠിക്കണം. നമ്മളോട് അൽബക്കറ പഠിക്കാൻ പറഞ്ഞില്ലല്ലോ, ചെറിയ സൂറത്ത് അത് പഠിച്ചു നോക്കിയാൽ. പക്ഷെ അതിന് നിബന്ധന വെക്കുന്ന നമ്മൾ സ്വയം തയ്യാറായിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടണ വലിയ പണിയാണ്. സ്വമേധയാ പഠിക്കാൻ വലിയ പണിയാണ്. നമ്മളൊരു ആളുടെ കീഴിൽ പഠിക്കുമ്പോഴേ, ഒരു നിർബന്ധത ചെലുത്തുമ്പോഴേ ഒരു സാധനം പഠിക്കുള്ളൂ. ഏത് കാര്യം അങ്ങനെയാണ്. നിങ്ങളെ വെറുതെ അതിനോട് ഫ്രീ ആയിട്ട് വിട്ട് പഠിച്ചോളി എന്ന് പറഞ്ഞാൽ പഠിക്കുക. പിന്നെ ഒരു സ്ഥാപനത്തിന് ഇപ്പൊ ഈ ഫുൾ കോഴ്സുകൾ ഓൺലൈനിലൊക്കെ നടത്തുന്നുണ്ട്. ഓരോ നിബന്ധന എന്താന്ന് പറഞ്ഞാല്, ഈ പേജ് ഇതാ വ്യാഴാഴ്ച 12 മണിക്കൊക്കെ ഓതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ റിമൂവ് ആണ്, നിങ്ങൾ പിന്നെ ഇതിലില്ല, സ്ഥാപനത്തിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു നിയമം വന്നു, 12 മണിക്ക് ഞാൻ ഓതണം. അപ്പം ബുധനാഴ്ച തന്നെ രാത്രി ഇവൻ പണി തുടങ്ങും, രാവിലെ ഇരിക്കുമെന്ന്. എന്നിട്ട് 12 മണിക്ക് അല്ലെ ഇവന് ടൈമില്ലെങ്കിലോ ഇവൻ വ്യാഴാഴ്ച പഠിക്കൂല, വെള്ളിയാഴ്ച പഠിക്കൂല, ശനിയാഴ്ച പഠിക്കൂല. അതുകൊണ്ട് ഒറ്റക്കാകുമ്പോൾ അങ്ങനത്തെ ചില പരിമിതികളുണ്ട്. പക്ഷെ നമ്മൾ സ്വമേധയെ ഏറ്റെടുക്കുക ചെറിയ സൂറത്തുകളൊക്കെ ഒന്ന് ഹിഫ്ലാക്കാൻ. എന്നിട്ട് അത് പിന്നെ ചില സമയത്ത് റസൂലുള്ള പ്രത്യേകം ഓതാൻ പറഞ്ഞ സൂറത്താണ്, അത് അങ്ങനെ തന്നെ ഓതലാണ് അതിന്റെ സുന്നത്ത്. ഈ അഹ്സൻ അമൽ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിലൊരു ഉദാഹരണം എനിക്ക് തോന്നുന്നത് ഷെയ്ഖ് ഹുസൈമീനെ മറ്റൊരു ഉദാഹരണം പറഞ്ഞത്, സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് ഒരാൾ നിർവഹിക്കുന്നു. അയാൾ ആ 2 റക്അത്തിൽ ഏത് സൂറത്താണ് അയാൾ ഓതേണ്ടത്? അത് അഹ്സൻ അമലാകണമെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു, മാഷാ അല്ലാഹ് ബറക്കല്ലാഹ്. ഈ 2 സൂറത്ത് നബി അതാണ് ഓതിയത്. അതിലൊരാൾ അൽബഖറ ഓതിയാലോ? അത് അഹ്സൻ അമലല്ല. നബിന്റെ സുന്നത്ത് എന്താ? ആ ചെറിയ സൂറത്താണ്. അത് ഓതിയിട്ട് കിട്ടുന്ന ചെറിയ ചുരുങ്ങിയ സമയത്തുള്ള നിസ്കാരമാണ് സുബഹിക്കുമുള്ള 2 റക്അത്ത്. പിന്നെ മഗ്രിബിന് ശേഷവും നബി ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയത്. പിന്നെ നബി എപ്പോഴാണ് ഓതിയത്? തവാഫില്, ഏത് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിലെ നിസ്കാരത്തില് നബി ഓതിയത് ആദ്യത്തേല് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും, രണ്ടാമത്തേല് ഖുൽ ഹുവല്ലാഹു അഹദ്. പിന്നെ വിത്തറില് സൂറത്തുൽ ആല, സൂറത്തുൽ കാഫിറൂന്, സൂറത്തുൽ ഇഖ്ലാസ്, ഇങ്ങനെ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ചില റക്അത്തുകളിൽ ഫിക്സ്ഡ് സൂറത്താണ്. അത് പിന്നെ നമ്മൾ മാറ്റണ്ടില്ല, അതങ്ങനെ തന്നെ നമുക്ക് പോകാം. അല്ലാത്ത സുന്നത്തുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഓതാം. അപ്പൊ നമ്മളെ ഹിഫ്ള് നിൽക്കാൻ അതൊരു വഴിയും കൂടിയാണ്. പിന്നെ എനിക്ക് അവസാനമായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ തിന്മകൾ വല്ലതും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ല അവസരമാണ്. മനുഷ്യന്മാര് ചിലപ്പോ ഒരാൾ ചെയ്ത അബദ്ധങ്ങളും പോരായ്മകളും തിരുത്തി കൊടുക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ തയ്യാറല്ലെങ്കിലും നമ്മുടെ റഹ്മാനായ റബ്ബ് എന്തിനു തയ്യാറാണ്? നിങ്ങൾ എത്ര കടലിലെ നുരയോളം അത്രം പാപം ചെയ്താലും അല്ലാഹു ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായ തൗബ ചെയ്യണം. അതുകൊണ്ട് തന്നെ തിന്മകൾ, അങ്ങനത്തെ ദുശ്ശീലങ്ങൾ റമദാന് മുമ്പ് വെച്ചു പുലർത്തിയവരുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ്. സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ട്, ലഹരിയുടെ ചെറിയ രൂപങ്ങളിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചില ദുശ്ശീലങ്ങൾ, ചില ജീവിതത്തിൽ ശൈത്താൻ ഉണ്ടാക്കി തീർത്ത, ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ചില ലൈംഗിക രംഗത്ത് ചില ആഭാസങ്ങൾ കൊണ്ടു നടക്കുന്നവരുണ്ട്. സ്വയംഭോഗം ചെയ്ത് ശീലമുള്ളവർ, പോൺ സൈറ്റുകൾ കണ്ട് ശീലമുള്ളവർ. റമദാൻ ഏറ്റവും നല്ല അവസരമാണ്. 30 ദിവസം കൊണ്ട് ഒഴിവാക്കുക, നന്നായിട്ട് ദുആ ചെയ്യുക, തൗബ ചെയ്യുക, അങ്ങോട്ട് മടങ്ങുക. അല്ലാഹ് എന്ത് ചെയ്യും? തൗഫീഖ് തരും. അതിനുശേഷമുള്ള ജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാം. അത് ജീവിതത്തിൽ അയാൾക്ക് അസ്വസ്ഥതകൾ മാത്രമേ സമ്മാനിക്കൂ. സ്വയംഭോഗം ചെയ്യുന്ന ഒരു വ്യക്തി അയാൾക്ക് ഹറാമായ കാഴ്ചകൾ അയാൾ അവലംബിക്കും. അയാളുടെ മനസ്സിൽ ദുഷ്ചിന്തകൾ അയാളുടെ ഫ്രെയിമിലേക്ക് അയാൾ കൊണ്ടുവരും. അയാളുടെ ബോഡിയെ മൊത്തം അത് വീക്കാക്കും. ഡോക്ടർമാർ, നിങ്ങൾ ചാറ്റ് ജിപിടിനോട് ചോദിച്ചു, മെഡിക്കലി അയാൾക്ക് വരുന്ന കാഴ്ചകൾക്ക് അയാൾക്ക് തകരാറ് വരും. അയാളുടെ ശരിയായ ദാമ്പത്യ ജീവിതത്തിനത് അയാൾക്ക് ശീഘ്രസ്ഖലനം പോലെയുള്ള വലിയ പ്രതിസന്ധികൾ അയാൾക്ക് വരാനുണ്ട്. മെഡിക്കൽ സയൻസ് പറഞ്ഞാണ്. ഇതിനേക്കാൾ അപ്പുറത്ത് പഠിച്ചോന്റെ ദീന് പറയണ ഇത് പാടില്ല എന്നാണ്. ഇമാം ഷാഫി ഓതിയായത്ത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, സ്വയംഭോഗത്തിന്റെ ഫത്വ ചോദിച്ചു വന്ന ആളോട് പറഞ്ഞത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ,
ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് 10 ക്വാളിറ്റി പറഞ്ഞെടുത്ത് അള്ളാഹ് പറഞ്ഞത് അവരുടെ ലൈംഗികാവയവത്തെ സൂക്ഷിക്കുന്നവരാണ് അവർ. ഇങ്ങനത്തെ ചില പോയിന്റിൽ ശൈത്താൻ പിടിക്കാനുണ്ട്. ചില പോയിന്റിൽ ചില ആൾക്കാരെ എനിക്കറിയാം, പലരെ എല്ലാത്തിനും പെർഫെക്റ്റ് ആണ്, പക്ഷെ ഈ രംഗത്ത് കോൺസെപ്റ്റ് കാണാതിരിക്കാൻ പറ്റില്ല. അവരൊക്കെ മാറി അൽഹംദുലില്ലാഹ്, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവർ മാറി. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. പല രൂപത്തിലും ശൈത്താൻ പിടിക്കണ പല ഏരിയകൾ നോക്കിയിട്ടാണ് ശൈത്താൻ പിടിക്കുക. അയിമെന്ന് ശൈത്താൻ വിടാൻ സമ്മതിക്കൂല. ഇതൊരു ശൈത്താനിയത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ വെച്ചു പുലർത്തുകയാണ്. റസൂല പറഞ്ഞില്ല, മാ ഹാക ഫീ സദ്രിക്, നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് ഒരു തിന്മ എന്ന് പറഞ്ഞാൽ, ആളുകൾ അറിയുന്നതിനെ നീ അസ്വസ്ഥമാക്കുന്നതാണ് തിന്മ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടി നമ്മൾ എന്ത് ചെയ്യാം? നന്മയുടെ വഴിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? സഞ്ചരിക്കാം. അങ്ങനൊക്കെ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ തൗഫീഖ് ഉണ്ടായിട്ടുണ്ട്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി ചോദിച്ചൊരു ചോദ്യമുണ്ട്, റമളാനിൽ നന്നാകാത്തവൻ എന്നാണ് നന്നാവുക? ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന്. റമളാനിൽ നന്നാകാത്തവൻ എന്നു നന്നാകും? എന്ന് നന്നാകും? ഈ ദിനങ്ങളിൽ നന്നാവാത്തവന് പിന്നെ എപ്പോഴാണ് നന്നാവാൻ പറ്റുക? ശവ്വാലിലോ? റമളാനിൽ നന്നാകാത്തവൻ പിന്നെ ശവ്വാലിൽ നന്നാകും. ബാക്കി 11 മാസത്തിന് ഈ പോലീസുണ്ടോ? അപ്പൊ ഇതൊരു പവിത്രമായ മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ 30 ദിവസം നാട് കൺട്രോൾ ചെയ്യുക ആ സംഗതിനെ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ നോക്കിയ പള്ളിക്കൽ നോക്കിയ ആളുകൾ നോമ്പ് തുറന്നിട്ട് പിന്നെ ഒരു ഊതിയിട്ട് ഇങ്ങനെ, പിന്നെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും അല്ല വേഗം കൂടെ ഇങ്ങനെ എന്റെ ചെരുപ്പിന്റെ അടിയിലിട്ട് ഇങ്ങനെ അരക്കുണ്ടാവും. ഇപ്പോഴും ആ ശീലം നോമ്പ് തുറക്കണമെന്ന് ഇതുകൊണ്ടാന്ന് സംശയമുണ്ട്. അങ്ങനെ വീടി വലിച്ചിട്ടേ സുബൈക്ക് ഒന്ന് വലിച്ചായിരിക്കും, പിന്നെ ഇങ്ങനെ മുട്ടി നിൽക്കല്ലേ, ഇത് തുറക്കുമോ ഒന്ന് ഇങ്ങനെ വലിക്കുക. ഇതൊക്കെ ഒഴിവാക്കേണ്ട സംഗതിയാണ്. ഇങ്ങനത്തെ ഒഴിവാക്കേണ്ട സാധനമൊക്കെ ചവറുകളൊക്കെ എടുത്ത് പുറത്തില്ല ജീവിതത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യാം? ഖുർആനും ദിക്റൊക്കെ നമ്മളെ മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറ്റുക. പ്രത്യേകിച്ച് നമ്മളെ ചെറുപ്പക്കാരായ ആളുകൾ, കുട്ടികളായ ആളുകൾ, അവരൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് ദീനുമായി അടുപ്പിക്കാനും ഈ പള്ളിയും പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കാൻ നമുക്ക് തയ്യാറാണ്. ഞാൻ ഇന്ന് ഓർക്കാണ്, ഒരു കുട്ടി നമ്മൾ ഹൈസൊക്കെ നടത്തുമ്പോൾ 2016-15 കേട്ടോ, ഒരു കുട്ടി നമ്മളെ കണവക്കൽ നിന്ന് ഹൈസൊക്കെ നടക്കുമ്പോൾ ഒരു കുട്ടി എഴുതി ബോക്സിൽ എഴുതിയിട്ട് തന്നതാണ്. ഇന്ന അവന് പേരെഴുതാതെ എഴുതി തരുന്നതാണല്ലോ. ഇന്ന് ചെയ്തു ഉസ്താദ്, ഇന്ന് ചെയ്തു, ഇനി എനിക്ക് നന്നാകാൻ പറ്റുമെന്നാണ് അവന്റെ ചോദ്യം. ഇതൊക്കെ ചെയ്തു ഒരു 12ാം ക്ലാസ്, അതായത് +2 പഠിക്കുന്ന ഒരു കുട്ടി എഴുതി തന്നതാണ്, ഞാൻ ചെയ്യാത്ത തിന്മകളില്ല, ഇനി എനിക്ക് അവസരമുണ്ടോ എന്നാണ്. അന്ന് ഉസ്താദ് ഓതി കൊടുത്ത ആയത്ത് ഏതായിരിക്കും? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട്, സ്വന്തം ശരീരത്തോട് തിന്മകൾ അനവധി ചെയ്ത അടിമകളോട് പറയൂ പ്രവാചകരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും പൊറുക്കുന്ന ഗഫൂറാണ്, ഗഫാറാണ്, ഗാഫിറാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് തന്നെ മടങ്ങാൻ തയ്യാറുണ്ടോ? അല്ലാഹ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ പിന്നെ അതിലേക്ക് പോകരുത്. തൗബ എന്ന് പറഞ്ഞാണ് കാക്കത്തൗബ പറ്റൂല. തൗബ ചെയ്താൽ ഞാൻ ഇനി ആ തിന്മയിലേക്ക് പോകില്ല, ചെയ്തു പോയതിൽ സങ്കടം തോന്നണം, ആ നിലക്ക് ഖേദം തോന്നണം, ഇനി അതിലേക്കില്ലെന്ന ദൃഢനിശ്ചയം വേണം. ഇങ്ങനെയാണ് ഒരാള് 3 നിബന്ധനകൾ കൊണ്ടാണ് അയാൾ അള്ളാഹുലേക്ക് മടങ്ങുന്നത്. അള്ളാഹ് പുറത്ത്. പിന്നെ പടപ്പുകളുമായിട്ട് 4ാമത്തെ നിബന്ധന വരും. എന്താ? പടപ്പുകളാണെങ്കിൽ ഇടപാടുണ്ടെങ്കിൽ ഇടപാട് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഒരാളെടുത്തു നിന്ന് പൈസ അപഹരിച്ചെടുത്താണ്, ഒരു 10,000 റുപ്യ. എന്നിട്ട് ഞാൻ അള്ളാഹിനോട് പാപം വരുന്നതാണ്, പഠിച്ചവനെനിക്ക് പുറത്തു തരണേ, അയാളെ പറ്റിച്ചാണ്, പിന്നെ ഒരു 20 കൊല്ലം മുമ്പ് അയാളെ പറ്റിച്ചാണ്, എനിക്ക് പുറത്തു തരണേയാണ്. എന്തോ ബിസിനസ്സിൽ എന്തോ നടന്നപ്പോ ഇയാൾ കുറെ വലിച്ച്, എന്നിട്ട് ഇയാൾ 20 കൊല്ലം കഴിഞ്ഞിട്ട് തൗബ ചെയ്യാം, സ്വീകരിക്കോ? ആ തൗബ സ്വീകരിക്കില്ല. അയാൾ ആദ്യം ചെയ്യേണ്ട നിബന്ധന എന്താ? ആ വ്യക്തിക്ക് ക്യാഷ് കൊടുക്കണം, പൊരുത്തപ്പെടിയിക്കണം. ഞാൻ അന്ന് നിങ്ങളെടുത്ത് നിന്ന് അന്യായമായി ഇതെടുത്തു, അയാളെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അയാളെ പൊരുത്തപ്പെടിച്ചിട്ട് എന്നിട്ട് അയാൾ വന്നിട്ട് ഇരിക്കണം. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, അള്ളാഹ് പുറത്തുതരും. കാരണം അള്ളാഹ് അടിമയും ഉടമയുമായുള്ളത് അള്ളാഹ് പുറത്തുതരാൻ റെഡിയാണ്. പക്ഷെ അടിമയുമായി ബന്ധപ്പെട്ടത് അവിടെ തീർത്തിട്ട് ഇങ്ങോട്ട് വരണം എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ മാസത്തെ എന്ത് ചെയ്യുക? പൂർണ്ണമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒക്കെ ഒരു വഴിയിൽ നമ്മൾ സഞ്ചരിക്കണം. ഇപ്പൊ നോമ്പ് തുറക്ക് എന്താണ് അതിന്റെ അവസ്ഥ എനിക്കറിയില്ല. നോമ്പ് തുറപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, കാര്യങ്ങൾ എന്താ അതിന്റെ അവസ്ഥ? 30 ദിവസം പിന്നെ ആയോ ഇല്ലെന്ന് എനിക്കറിയില്ല. ക്ലോസ് ആയിണ്.
അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ സംഭാവന ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ധാരാളം പൈസ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അവസാനത്തെ 10 ഇവിടെ ഈത്തിക്കാഫും മറ്റുമൊക്കെ ആയിട്ട് ഇരിക്കണവർക്ക് പിന്നെ ഭക്ഷണം ആവശ്യമുണ്ട്, അതിന് പൈസ ആവശ്യമുണ്ട്. അങ്ങനെ ഇവിടെ മദ്രസ സംവിധാനം ഉണ്ട്, അത് മുന്നോട്ട് പോകണമെങ്കിൽ പൈസ ആവശ്യമുണ്ട്. ഇങ്ങനെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ശാരീരികമായ കാര്യങ്ങളും നമുക്ക് എന്തുണ്ട്, മാൻ പവറും ആവശ്യമുണ്ട് നമുക്ക്. അപ്പൊ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള അത്തരം കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊക്കെ ഇൻവോൾവ് ആകാം. ഇത് തുറന്നിട്ടിരിക്കുകയാണ്, ആർക്കും എന്ത് ചെയ്യാം, നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോയി. ഇത് നമ്മുടെ എല്ലാവരുടെയും പള്ളിയാണ്, നമ്മുടെ എല്ലാവരുടെയും സ്ഥാപനമാണ്. അപ്പൊ നമ്മൾ പള്ളിയിൽ നിന്നൊരു ഇങ്ങനെ എന്തെങ്കിലും ഒരു വേണ്ടാത്തൊരു സാധനമോ എന്തെങ്കിലും ഒരു പിന്നെ ഈച്ച ഒന്ന് ചത്തെടുക്കുമ്പോൾ ഇത് ആരെങ്കിലും ഇതിന്റെ പള്ളിന്റെ ആൾക്കാരുണ്ടോ, ഒരു വരട്ടെന്ന് കാത്തിക്കണം, വേണ്ട, നമ്മളെ പള്ളിയാണ്, നമ്മളെടുത്തിട്ട് മെല്ലെ എന്ത് ചെയ്യാം, അതിന്റെ കൂലി നമുക്കുണ്ട്. കമ്മിറ്റിക്ക് ബോധിപ്പിക്കേണ്ട സംഗതി അല്ലല്ലോ. ഇത് ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടുന്ന കൂലിയാണ്, നിങ്ങളിത് നിങ്ങൾക്ക് കിട്ടുന്ന കൂലിയാണ്, പള്ളിന്റെ കാര്യമാണ്, അള്ളാന്റെ പള്ളിയാണ്, അതിന് പരിപാലനത്തിനൊരു ടീം ഉണ്ടാകും ഇവിടെ, അത്രേ ഉള്ളൂ. ബാക്കി നമ്മളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ രൂപത്തിൽ കാര്യങ്ങളൊക്കെ ഇടപെടുക, പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ, പോരായ്മകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് പുറത്ത് തരുമാറാകട്ടെ. ഈ റമദാനിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ, ഇഖ്ലാസോടെ സ്വീകരിക്കപ്പെടുന്ന നന്മകൾ ചെയ്ത് പിന്നെ അതിശക്തമായി മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അള്ളാഹു എല്ലാവരുടെയും രോഗം ശിഫയാക്കി കൊടുക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത്, നമ്മൾ സമൃദ്ധമായി നോമ്പ് തുറക്കുമ്പോഴും ഫലസ്തീനിലും ഗാസയിലും ഒക്കെ ഇന്നും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ധാരാളം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ, അള്ളാഹു ഇനി അവർക്ക് സമാധാനം, വിജയം നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഇവിടുത്തെ ക്ലാസ്